നമസ്കാരം. ശ്രീഹരി മാർക്ക് ഫെല്ലറെ തിരക്കി ആ ഡിവൈൻ സിറ്റിയിൽ നിന്ന് മാർക്ക് ഫെല്ലർ ഉണ്ടെന്ന് പറയുന്ന ആ മലയുടെ അടുത്തേക്ക് നീങ്ങുന്ന അതേ സമയത്ത് മാർക്ക് ആ മലയുടെ മുൻഭാഗത്തായി അതിമനോഹരമായ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും മാർക്ക് ആ ഫോർമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് തളർന്നു എന്ന് പറയാം. അത്ര ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആയിരുന്നു ആ ഫോർമേഷൻ സെറ്റിംഗ്. മാർക്കിൻ്റെ പിതാവ് ഒരുപാട് ഫോർമേഷനുകൾ മാർക്കിന് വേണ്ടി മാർക്കിൻ്റെ മനസ്സിൽ ആ ലൈബ്രറിയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷൻ കണ്ടെത്തി അതിനാവശ്യമായ സാമഗ്രികൾ ഒരുക്കാൻ തന്നെ മാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് മാർക്കിൻ്റെ കൈവശമുള്ള ആ ഡ്രാഗൺ ബ്ലഡാണ്. ഡ്രാഗൺ ബ്ലഡ് ആ 100 ആർട്ടിഫാക്റ്റുകളിലും മാർക്ക് കുറേശ്ശെ ഒഴിച്ചിട്ടുണ്ട്. ഓരോ തുള്ളി വീതം ഒഴിച്ചാൽ പോലും ശരിക്കും പവർഫുള്ളാണ് ഡ്രാഗൺ ബ്ലഡ്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഫോർമേഷന്റെ കേന്ദ്രം കണ്ടെത്താൻ സാധാരണ ഒരാൾക്ക് കഴിയാത്ത ശൈലിയിലാണ് മാർക്ക് ആ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഫോർമേഷൻ പൊളിക്കണമെങ്കിൽ ഏതൊരു ഫോർമേഷന്റെയും കേന്ദ്രം കണ്ടെത്തണം. ഇവിടെ മാർക്ക് ഒരു പ്രത്യേക രീതിയാണ് അവലംബിച്ചത്. കേന്ദ്രം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. അതും മാർക്കിന്റെ പിതാവിൽ നിന്ന് മാർക്ക് പഠിച്ചെടുത്തത് തന്നെയാണ്. അനുനിമിഷം മാർക്കിന്റെ കേന്ദ്രം ഫോളോ ചെയ്ത് അതിനെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കാര്യമൊക്കെ മാർക്ക് ഏതാണ്ട് പൂർത്തീകരിച്ചു. മാർക്ക് ആ ഫോർമേഷന്റെ ഏതാണ്ട് നടുക്കായിട്ടാണ് നിൽക്കുന്നത്. ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ ആ ഫോർമേഷന്റെ ഒരു ഓറയുമായി കണക്ട് ചെയ്താൽ മാത്രം മതി. ആ കാര്യങ്ങൾ ഏതാണ്ട് മാർക്ക് പൂർത്തീകരിക്കുമ്പോഴാണ് ശ്രീഹരി അവിടേക്ക് ഓടിയെത്തുന്നത്. ആ ഫോർമേഷൻ അടുത്തേക്ക് അതിശക്തമായ ഒരു ഓറ വരുന്നത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാർക്ക് ആ തേർഡ് എൽഡർ മാർക്കിനടുത്തേക്ക് വരികയാണെന്ന് മനസ്സിലാക്കി അയാളെ അറ്റാക്ക് ചെയ്യാനായി റെഡിയാകുമ്പോൾ അവിടേക്ക് ഓടി വന്നത് സാക്ഷാൽ ശ്രീഹരിയാണ്. ശ്രീഹരി കണ്ട മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ശ്രീഹരി ദൂരെ നിന്ന് മാർക്കിനെ കണ്ടു. മാർക്ക് ഫെല്ലറാണ് അവിടെ നിൽക്കുന്നതെന്ന് ശ്രീഹരിക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവില്ല. ഈ വ്യക്തിയെ നേരത്തെ ശ്രീഹരി കണ്ടതാണ്. അവിടെ ഡിവൈൻ സിറ്റിയിൽ ആ കടയുടെ മുന്നിൽ വെച്ച് ആ തേർഡ് എൽഡറുമായി ശ്രീഹരി ഉടക്കുന്ന സമയത്ത് ശ്രീഹരി മാർക്കിനെ കണ്ടിരുന്നു. അത് പക്ഷേ മാർക്കാണെന്ന് ശ്രീഹരിക്ക് തോന്നിയിരുന്നില്ല. ശ്രീഹരി ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്കിന്റെ അടുത്തേക്ക് വന്നതും മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മാർക്ക്, നീ ആയിരുന്നു അല്ലേ ഇത്? സീനിയർ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. മാർക്ക്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ ആ തേർഡ് എൽഡറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ? അതിന് നിന്നെക്കൊണ്ട് പറ്റുമോ? സീനിയർ, ഞാനിവിടെ ഒരു കില്ലിംഗ് ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ആക്ടിവേറ്റ് ചെയ്താൽ ഈ ഫോർമേഷനകത്തുള്ള എല്ലാവരും കൊല്ലപ്പെടും. സീനിയർ ദയവായി ഇവിടുന്ന് പുറത്തിറങ്ങണം. മാർക്ക്, നീ എന്തൊക്കെയായി പറയുന്നത്? ആ തേർഡ് എൽഡറെ കൊല്ലാൻ നിന്റെ ഫോർമേഷൻ പറ്റുമോ? സീനിയർ, എനിക്ക് വിശ്വാസമുണ്ട്. ഏതായാലും ശ്രമിച്ചാലേ അറിയാൻ പറ്റും. സീനിയർ, പെട്ടെന്ന് അങ്ങ് മാറണം, ഇല്ലെങ്കിൽ അങ്ങക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷനാണ്. എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷൻ എന്ന ആ ഫോർമേഷനെ കുറിച്ച് ശ്രീഹരിയും കേട്ടിട്ടുണ്ട്. ആ ഫോർമേഷന്റെ പ്രത്യേകതയും അതുതന്നെയാണ്. അതിനൊരു അവസാനമില്ല. അതിനകത്ത് അകപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ടെങ്കിലും അവര് കൊല്ലപ്പെടും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ ഫോർമേഷൻ തകർക്കണം. അത് തകർക്കണമെങ്കിൽ അതിന് കേന്ദ്രം അറിയണം. അല്ലെങ്കിൽ അബ്സല്യൂട്ട് പവർ ആ ഫോർമേഷൻ മുകളിൽ ഉപയോഗിക്കേണ്ടി വരും. അബ്സല്യൂട്ട് പവർ എന്ന് പറയുമ്പോൾ മൃഗീയമായ ആ ശക്തി, അത് ഏത് ഫോർമേഷനും തകർക്കും. അത്ര ശക്തിയുള്ള ആളിനെ ഒരു ഫോർമേഷനും പൂട്ടിയിടാൻ പറ്റില്ല. ശ്രീഹരി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, അങ്ങ് വേഗം ഇവിടുന്ന് നീങ്ങണം. അങ്ങനെ മാർക്ക് വീണ്ടും നിർബന്ധിച്ചതും ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഞാൻ പുറത്തേക്ക് പോവാം. അങ്ങനെ ശ്രീഹരി പറയുമ്പോഴേക്കും അവിടേക്ക് ആ തേർഡ് എൽഡറും സംഘവും എത്തിക്കഴിഞ്ഞു. തേർഡ് എൽഡറുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ആദ്യം അവിടെ എത്തിയത്. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ തേർഡ് എൽഡർ അവിടേക്ക് പറന്നിറങ്ങിയത്. അയാളുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഇതിനെയുണ്ട്. അവർ മാർക്കിനെയും ശ്രീഹരിയും കണ്ടു. ശ്രീഹരിയെ കണ്ടപ്പോൾ ആ തേർഡ് എൽഡർ ശരിക്കൊന്ന് പതറി. ശ്രീഹരിയുടെ ബോഡി ലാംഗ്വേജ് അവിടെ ഡിവൈൻ സിറ്റി വെച്ച് അയാൾ ശ്രദ്ധിച്ചിരുന്നു.
ശ്രീഹരിയുടെ ഓറയും അയാൾ അനലൈസ് ചെയ്തതാണ്. ശ്രീഹരിയുമായി അയാൾ ഏറ്റുമുട്ടിയാൽ അയാൾ വിജയിക്കുമെന്ന് അയാൾക്ക് ഉറപ്പില്ല. ശ്രീഹരിയും മാർക്കും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അയാളുടെ വിജയം തികച്ചും സംശയാസ്പദമാണ്. അതുകൊണ്ടാണ് അയാളുടെ മുഖമൊന്ന് വിളറിയത്. എങ്കിലും അയാൾ ശ്രീഹരിയും മാർക്കിനെ നോക്കി അവരോട് ചോദിച്ചു, ഓഹോ, നിങ്ങൾ രണ്ടും ഒരു ടീമാണല്ലേ? അങ്ങനെ തേർഡ് എൽഡർ ചോദിച്ചതും മാർക്ക് ഫെല്ലർ തേർഡ് എൽഡറോടായി പറഞ്ഞു, ഇദ്ദേഹത്തെ എനിക്കറിയില്ല. മാർക്ക് പറഞ്ഞതും ശ്രീഹരി അതിൻ്റെ ബാക്കി പറഞ്ഞു, അതെ, എനിക്ക് ഇയാളുമായി ഒരു ബന്ധവുമില്ല. ഇയാൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ എന്താണ് എന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഇയാളുടെ അടുത്തേക്ക് വന്നതാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ശ്രീഹരി അവിടുന്ന് മുന്നോട്ടങ്ങ് നടന്നു. ശ്രീഹരി തേർഡ് എൽഡർക്ക് നേരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ശരിക്കും തേർഡ് എൽഡർക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നിയത്. മാർക്ക് ഫെല്ലറെ ഒറ്റയ്ക്ക് നേരിടുന്ന പോലെ അല്ല മാർക്ക് ഫെല്ലറെയും ആ അപരിചിതനെയും നേരിടുക എന്നുള്ളത്. ആ അപരിചിതൻ ഇതാ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അത് സ്വാഭാവികമായും ആ തേർഡ് എൽഡർക്ക് അടിച്ച ലോട്ടറിയാണ്. തേർഡ് എൽഡർ അയാളുടെ സന്തോഷം മുഖത്ത് കാണിക്കാതെ തന്നെ കടന്നു പോകുന്ന ശ്രീഹരിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശ്രീഹരി തേർഡ് എൽഡറെയും ആ കൂട്ടുകാരെയും മൈൻഡ് പോലും ചെയ്യാതെ നടന്ന് ആ ബൗണ്ടറി എന്ന് മാർക്ക് പറഞ്ഞ സ്ഥലത്തിന്റെ പുറത്തേക്ക് എത്തി. ഈ സംഭവവികാസങ്ങൾ ഡിവൈൻ സിറ്റിയിൽ അറിഞ്ഞിരുന്നു. ഡിവൈൻ സിറ്റിയിൽ ആ ന്യൂസ് പടർന്നാണ് ശ്രീഹരിയിലേക്കും ആ തേർഡ് എൽഡറിലേക്കും എത്തിയത്. സ്വാഭാവികമായിട്ട് ആ ഡിവൈൻ സിറ്റിയിലുള്ള ഒട്ടുമുക്കാൽ മാർഷൽ ആർട്ടിസ്റ്റുകളും ആ സംഭവം കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അറിഞ്ഞവർ ആ മലയുടെ അടുത്തേക്ക് ഒഴുകിയെത്തി തുടങ്ങി. നിമിഷ നേരം കൊണ്ടാണ് ആ മലയുടെ ചുറ്റുമായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത്. മാർക്ക് ഫെല്ലറിൽ നിന്ന് ഏകദേശം 30 അടി മുന്നിൽ നിൽക്കുന്ന തേർഡ് എൽഡറോടായി മാർക്ക് പറഞ്ഞു, ഏയ്, ഞാൻ നിങ്ങളെ ഒന്ന് നേരിടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് കാലം ഒരുപാടായി. മാർക്ക്, നിന്നെ ഞാൻ അന്ന് തേർഡ് പ്രിൻസസിനൊപ്പം കണ്ടപ്പോൾ വെറുതെ വിട്ടത് അന്നത്തെ സാഹചര്യം കൊണ്ടാണ്. മാർക്ക്, നിന്നെക്കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. നീ അതിശക്തനാണെന്ന് ഒരു കേൾവിയുണ്ട്. എനിക്കും നിന്നോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ വല്ലാത്തൊരു ആഗ്രഹം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേർഡ് എൽഡർ മുന്നിലേക്ക് നടന്നു തുടങ്ങി. അയാൾ ഏകദേശം ഒരു 10 അടി മുന്നിലേക്ക് വെച്ചതും മാർക്ക് ഫെല്ലർ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ആ ഫെൻസ് ആക്ടിവേറ്റ് ചെയ്തു. ശരിക്കും അതൊരു കാഴ്ച തന്നെയാണ്. മാർക്ക് ഫെല്ലറിന്റെ ഡിവൈൻ സെൻസിലാൽ മാർക്ക് ഫെല്ലർ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ആ ഫോർമേഷൻ പെട്ടെന്നാണ് ഒന്ന് പ്രകാശിച്ചത്. ഏകദേശം ഒരു 10 സ്റ്റെപ്പ് അകത്തേക്ക് കടന്നിരുന്ന ആ തേർഡ് എൽഡർ മുൻഭാഗത്തും വശങ്ങളിലും പ്രകാശം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലും പ്രകാശമുണ്ട്. കൃത്യം ഒരു വൃത്തത്തിനകത്ത് അയാളും മാർക്കും പെട്ടിരിക്കുകയാണ്. അയാളുടെ ശിഷ്യന്മാർ, സഹായികൾ, ഷീ കുടുംബത്തിലെ ഫൈറ്റേഴ്സ്, അവരും ആ കാഴ്ച കണ്ടു. അവരെല്ലാം ആ ബൗണ്ടറിക്ക് പുറത്താണ്. അവർക്ക് പുറമെ ആയിരക്കണക്കിന് ഫൈറ്റേഴ്സ് അവിടെ ഈ കാഴ്ച കാണാൻ എത്തിയിട്ടുണ്ട്. അവരും അത് കണ്ടു. മാർക്ക് ഫെല്ലർക്ക് ചുറ്റുമായി ഒരു വൃത്തം രൂപം കൊണ്ടിരിക്കുന്ന ആ കാഴ്ച ശ്രീഹരിയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ട്. ഒരു അടിപൊളി ഫോർമേഷനാണ് മാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ശ്രീഹരി കൗതുകത്തോടെയും അതേസമയത്ത് ഏത് സമയത്തും ഇടപെടാൻ തയ്യാറായും ആ ഫോർമേഷന് തൊട്ടു മുന്നിലായി ഒരു വശത്തേക്ക് മാറി നിൽക്കുകയാണ്. ചുറ്റും ആ ലൈൻ പ്രകാശിച്ചതും പുറത്തു നിൽക്കുന്ന തേർഡ് എൽഡറുടെ ശിഷ്യൻ തേർഡ് എൽഡറോട് പറഞ്ഞു, തേർഡ് എൽഡർ, ഇത് ചതിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവരെന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ ശിഷ്യൻ പറഞ്ഞതും തേർഡ് എൽഡർ ഒന്നുകൂടി ചുറ്റും നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ഹേയ്, എന്തു ഫോർമേഷൻ! ഇതൊന്നും എന്നെപ്പോലെ ഒരാളെ തളയ്ക്കാൻ പര്യാപ്തമൊന്നുമല്ല. മാർക്ക് ഫെല്ലർ, നിനക്ക് എന്നെ തളയ്ക്കാൻ ഇതുപോലെ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുവെങ്കിൽ അത് വെറും ബാലിശമായ ചിന്തകളാണ്. മാർക്ക്, ഇത് കണ്ട എൻ്റെ ഈ കൈകൾ, ഈ ഉരുക്ക കൈകൾ, ഇത് മതി മാർക്ക് നിന്റെ ഏത് ഫോർമേഷനും പൊളിക്കാൻ. അയാൾക്ക് അത് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്ന്
ബലം പിടിക്കുമ്പോൾ അയാളുടെ ചുറ്റും ഒരു ഊർജ്ജ വിസ്ഫോടനം പോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ശരിക്കും അയാളുടെ ഓറ അതിവേഗതയിൽ അങ്ങ് വികസിച്ചു. അതിശക്തമായ ഓറയുടെ ഒരു പ്രതിഫലനമാണ് നമ്മളവിടെ കാണുന്നത്. അയാള് ആ ഓറയ്ക്കകത്ത് ഒരു വല്ലാത്ത പ്രഭ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ജ്വലിക്കുന്ന സൂര്യന്റെ ഒരു ശൈലി. അയാളുടെ ആ ഊർജ്ജ വിസ്ഫോടനം ആ കാര്യം ഉറപ്പാക്കുകയാണ്. അയാളൊരു വളരെ ശക്തനായ സെമി സെയിന്റ് ആണ്. മാർക്ക് ഇതുവരെ നേരിട്ട സെമി സെയിന്റുകളെക്കാൾ വളരെ വളരെ മുകളിൽ നിൽക്കുന്നു ആ തേർഡ് എൽഡർ. ഷീ കുടുംബത്തിലെ ആ അണികൾക്കും ആ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. ഈ സമയത്ത് കാണികൾ പല ശൈലിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. എന്തൊരു പവർ! മാർക്ക് പെട്ടത് തന്നെ. അങ്ങനെ ഒരാൾ പറഞ്ഞതും മറ്റുള്ള പറഞ്ഞു, ഏയ് ഒന്നും കാണാതെ മാർക്ക് ഇവിടെ ആ തേർഡ് എൽഡറെ വിളിച്ചു വരത്തില്ല. മാർക്ക് എന്തോ ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആർക്ക് സംശയമില്ല. ആ ഫോർമേഷൻ അവരെല്ലാം കണ്ടു. ആ ഫോർമേഷന്റെ ശക്തി എന്താണെന്ന് ആർക്കും അറിവുള്ളതുമല്ല. ഫോർമേഷനിലേക്ക് നോക്കിക്കൊണ്ട് ഒരാൾ പറഞ്ഞു, ചിലപ്പോ ഈ ഫോർമേഷൻ തേർഡ് എൽഡറെ തളയ്ക്കാൻ പര്യാപ്തമായ ഒന്നാകുമോ? ഫോർമേഷൻ ടെക്നിക്കുകൾ പഠിക്കുന്ന ആളുകളും ആ കൂട്ടത്തിലേക്ക് ഉണ്ട്. എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും ഫോർമേഷനെ കുറിച്ച് അവർക്കൊക്കെ അറിയാം. ചെറിയ ചെറിയ കളങ്ങൾ നിർമ്മിച്ചാണ് അവർ ഫോർമേഷൻ ടെക്നിക്ക് പഠിച്ചു തുടങ്ങുക. ഇത് ഒരു വലിയ കളമാണ്. ഏകദേശം ഒരു 100 മീറ്ററിന്റെ വിസ്താരം ആ വൃത്തത്തിനുണ്ട്. ആ 100 മീറ്റർ ചുറ്റളവിലുള്ള ആ ഫോർമേഷനിൽ നിശ്ചിത അകലങ്ങളിലായി മാർക്കിന്റെ ആ മാന്ത്രിക ആർട്ടിഫാക്റ്റുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ കുഴിച്ചിടപ്പെട്ട ആ ആർട്ടിഫാക്റ്റുകളിൽ മാർക്ക് ഡ്രാഗൺ ബ്ലഡ് ഓരോ തുള്ളി വീതം വീഴ്ത്തിയിട്ടുണ്ട്. അവയെ തമ്മിൽ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് മാർക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ സെൻട്രൽ പോയിന്റിൽ മാർക്ക് ഫെല്ലറാണ്. ഈ ഫോർമേഷന്റെ വിജയവും പരാജയവും പൂർണ്ണമായും മാർക്കിന്റെ മനസ്സിന്റെ കരുത്തിനെ ബേസ് ചെയ്തായിരിക്കുന്നത്. മാർക്കിന്റെ മെന്റൽ എബിലിറ്റി അത് മാത്രമാണ് സർവപ്രധാനം. മാർക്കിന്റെ മനസ്സൊന്ന് പതറിയാൽ ആ എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷനെ നിയന്ത്രിക്കാൻ മാർക്കിന് പറ്റാതെ പോകും. അതിന്റെ റിസൾട്ട് മാർക്ക് ഉൾപ്പെടെ ആ ഫോർമേഷനകത്തുള്ള സകലരുടെയും മരണമാണ്. അത് യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്ന പലർക്കും അറിയത്തില്ല. മാർക്ക് തന്റെ മുന്നിൽ ആ ഓറ ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന തേർഡ് എൽഡറോടായി പറഞ്ഞു, തേർഡ് എൽഡർ, ഒരു കാര്യം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് മരിക്കുമെന്നുള്ള കാര്യം. അത് കേട്ടതും തേർഡ് എൽഡർ ഒന്ന് ചിരിച്ചു. ഏ മാർക്ക്, നീ ഒരു മിഡിൽ ലെവൽ റിവേർഷൻ ഓയിഡ് സ്റ്റേജുകാരനാണ്. ഞാനൊരു സെമി സെയിന്റുമാണ്. ഒരു ട്രൂ സെയിന്റിലേക്കുള്ള എന്റെ യാത്ര അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക്, നീ ഞാനും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ആ നീയാണോ എന്നെ അവസാനിപ്പിക്കാൻ പോകുന്നത്? ഏയ് തേർഡ് എൽഡർ, നിങ്ങൾക്ക് തെറ്റി. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നിങ്ങളുടെ അവസാനമാണെന്ന്. നിങ്ങൾ ഇപ്പോ നിൽക്കുന്നത് എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷനകത്താണ്. ഇതിന് ഒരു എൻഡില്ല. ഇതിനകത്ത് പെട്ട ആളുകളെ കൊല്ലുന്നവരെ ഇതുപോലെ തുടരും. എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷൻ എന്ന ആ ഫോർമേഷനെ കുറിച്ച് ആ തേർഡ് എൽഡർ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ അയാൾ ഒരു ശ്രമം നടത്തിയതുമാണ്. അതിൽ അയാൾ വിജയിച്ചിട്ടില്ല. ആ എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷനാണ് മാർക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടതും ശരിക്കും ആ തേർഡ് എൽഡർ ആ ശക്തമായ ഓറ റിലീസ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ഒന്ന് വിറച്ചു എന്ന് പറയാം. അത് ആ ഓറയുടെ അനക്കത്തിലൂടെ ആളുകൾക്കും ബോധ്യമായി. മാർക്ക് വെറും വാചകം കൊണ്ട് തേർഡ് എൽഡറെ ഇതാ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. തന്റെ ഓറ ഉൾപ്പെടെ വിറയ്ക്കുന്നത് തേർഡ് എൽഡർ സ്വയം അറിയുകയും ചെയ്തു. പെട്ടെന്ന് അയാളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, എന്ത് എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷൻ! ഒരു ഫോർമേഷനും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഈ ശക്തമായ കൈകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കത്തില്ല. ഓഹോ, അങ്ങനെയാണോ? മാർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് തേർഡ് എൽഡറോട് പറഞ്ഞു, അത് പോട്ടെ, നിങ്ങൾ അതിശക്തമായ ഒരു യോദ്ധാവല്ലേ, സെമി സെയിന്റ്. എനിക്ക് നിങ്ങളെപ്പോലെ ശക്തനായ ഒരു സെമി സെയിന്റുമായി ഏറ്റുമുട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നമുക്ക് ഒന്ന് നോക്കിയാലും. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലറുടെ ഓറ റിലീസ് ചെയ്തു. മാർക്കിന്റെ ഓറ
സുവർണ്ണ നിറത്തിലാണ്. ശക്തമായ ഓറ മാർക്ക് റിലീസ് ചെയ്യുന്നതിനൊപ്പം മാർക്ക് 6th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുലയും ആക്ടിവേറ്റ് ചെയ്തു. രണ്ടും ഒരേ സമയത്താണ് മാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഓറ വികസിച്ചു വന്നപ്പോൾ ശരിക്കും മാർക്കിന്റെ ശക്തിയാണോ മാർക്കിന്റെ ഏതെങ്കിലും സ്പെല്ലാണോ എന്ന് തിരിച്ചറിയാൻ ആ തേർഡ് ലെവലർക്ക് പറ്റിയില്ല. മാർക്കിന്റെ ഓറ വൻതോതിൽ അങ്ങ് പൊട്ടിത്തെറിച്ച് വികസിക്കുമ്പോൾ ആ ഓറയും ആ തേർഡ് ലെവലുടെ ഓറയും തമ്മിൽ ഒന്ന് ഉരസി. ശരിക്കും അതൊരു കാഴ്ച തന്നെയാണ്. അതിശക്തമായ രണ്ട് ഓറകൾ, ഒന്ന് ഒരു സുവർണ പ്രകാശത്തിലും ഒന്ന് ഒരു മഞ്ഞ കലർന്ന ചുവന്ന പ്രകാശത്തിലുമാണ്. ആ രണ്ട് ഓറകളും ഉരസുന്ന ഭാഗത്ത് ശരിക്കും ഒരു പ്രഷർ ആ ഭാഗത്തുനിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് അവിടെ നിന്നൊരു തരംഗം സൃഷ്ടിക്കുകയാണ്. ആ തരംഗങ്ങൾ അതിവേഗതയിൽ രണ്ട് ദിശകളിലേക്കുമായി അങ്ങനെ പായുമ്പോൾ അത് ചെന്ന് മാർക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ആ ഫോർമേഷനിൽ ഇടിക്കുമ്പോൾ ആ ഫോർമേഷനിൽ പ്രകാശവുമായി അത് കൂട്ടിമുട്ടുകയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന പ്രകാശ വിസ്ഫോടനവും ശബ്ദമൊക്കെ സ്വാഭാവികമായി ഉണ്ടായി. ഒരു ഫൈറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ കണ്ണഞ്ചിക്കുന്ന പ്രകാശവും അതുപോലെ ചെവി അടച്ചു പോകുന്ന ശബ്ദമൊക്കെ ആ ഫോർമേഷന്റെ പല ഭാഗത്തു നിന്നും കേട്ടു തുടങ്ങി. അമ്പരപ്പിക്കുന്ന ഒരു യുദ്ധത്തിന് ഇതാ കളമൊരുക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു തോന്നൽ ആ നിമിഷത്തിൽ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് വരികയാണ്. ആളുകൾ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. മാർക്ക് വിചാരിച്ചതിനേക്കാൾ ശക്തനാണ്. ആ ഒരു തോന്നൽ ആ ഷീ കുടുംബത്തിലെ തേർഡ് എൽഡറുടെ ശിഷ്യന് പെട്ടെന്ന് തോന്നി. അയാൾ തേർഡ് എൽഡറോട് പറഞ്ഞു, എടാ ശ്രദ്ധിക്കണേ, മാർക്കിന്റെ ആ ഓറ അവർ പ്രതീക്ഷിച്ചതല്ല. മാർക്കൊരു മിഡിൽ ലെവൽ റിവേഷൻ ഓഡിസ്റ്റേജുകാരനാണ്. പക്ഷെ മാർക്ക് ആ 6th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മാർക്ക് ഏതാണ്ട് സെമി സെന്റിന്റെ ശക്തിയിലേക്ക് അങ്ങ് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ശിഷ്യന് ഒരു വല്ലാത്ത സംശയം തോന്നിയത്. അവൻ വാണിംഗ് കൊടുത്തതും അതുകൊണ്ടാണ്. ആ വാണിംഗ് ആ ശിഷ്യൻ കൊടുത്തില്ലെങ്കിലും തേർഡ് മനസ്സിലും പതിഞ്ഞിട്ടുണ്ട്. അയാൾക്കൊരു സംശയം, മാർക്ക് അവന്റെ പവർ ഒളിച്ചു വെക്കുകയായിരുന്നു എന്ന്. അതേ സംശയം പുറത്തു നിൽക്കുന്ന ശ്രീഹരിക്കുമുണ്ട്. ഒരു സെമി സെന്റിന്റെ അതേ പവർഫുൾ ഓറ മാർക്കിന് എങ്ങനെ കിട്ടി? ഈ സംശയം പൊതുവെ എല്ലാ ആളുകൾക്കുമുണ്ട്. അതിനിടയിൽ മാർക്കും ആ തേർഡ് എൽഡറും മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. രണ്ട് അതിശക്തമായ ഓറകളുടെ മുന്നോട്ടുള്ള ആ കുതിപ്പ് രണ്ട് ദിക്കിൽ നിന്ന് മുഖാമുഖം വരികയാണ്. ആ ഓറകൾ സ്വാഭാവികമായും പ്രസിദ്ധോടെയിരിക്കുകയാണ്. അതിനിടയിലാണ് മാർക്കിന്റെ ആ വലത് കൈയും തേർഡ് എൽഡറുടെ വലത് കൈയും നേർക്കുനേർ വരുന്നത്. രണ്ടുപേരും ആകാശത്തൂടെ പറക്കുന്നത് പോലെ കുതിക്കുകയാണ്. ഹനുമാൻ ആകാശത്തോടെ പാഞ്ഞു പോകും പോലെ വലത് കൈ മുന്നിലേക്ക് ചുരുട്ടിക്കൊണ്ട് മാർക്ക് ഫെല്ലറും അതേ ശൈലിയിൽ തന്നെ വലത് കൈ മുന്നിലേക്ക് ചുരുട്ടിക്കൊണ്ട് തേർഡ് എൽഡറും പറന്നു വരികയാണ്. അവരുടെ ആ കൈകൾ അന്തരീക്ഷത്തിൽ ഒന്ന് കൂട്ടിമുട്ടി. ശക്തമായ പഞ്ചിന് അതേപോലെ ശക്തമായ മറുപഞ്ച്. ആരാണ് ആദ്യം ഇടിച്ചെന്നുള്ള ചോദ്യം പോലും അവിടെ അപ്രസക്തമാണ്. അത്ര കണിശതയിൽ അത്ര കൃത്യതയിൽ ആ രണ്ട് കൈകളും ആ ആകാശത്ത് കൂട്ടിമുട്ടുമ്പോൾ അവിടെ തീപ്പിരികളുടെ ശബ്ദത്തിന്റെ ഒരു വല്ലാത്ത അന്തരീക്ഷം തന്നെ ഉണ്ടായി. ഈ സമയത്ത് താഴെ നിന്ന് മണ്ണൊക്കെ പറന്നുയർന്നിരുന്നു. രണ്ടുപേരും അതിവേഗതയിലാണ് മുന്നോട്ട് കുതിച്ചത്. ആ വേഗത താങ്ങാനാവാതെ തറയിൽ നിന്ന് മണ്ണ് പൊടിയായി ഉയർന്ന് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പാറക്കഷ്ണങ്ങളൊക്കെ ഇരുഭാഗത്തേക്ക് ചലിച്ചിരുന്നു. അവയൊക്കെ രണ്ടുപേരുടെ ചുറ്റും കൂട്ടിമുട്ടി. ശരിക്കും രണ്ടാളുകളുടെ കൈകൾ തമ്മിലാണ് കൂട്ടിമുട്ടുന്നെങ്കിലും ഫലത്തിൽ 10,000-കണക്കിന് ചെറു മണൽത്തരികളുടെ കൂട്ടിമുട്ടലും ആ സംഭവത്തിനിടയിൽ ഉണ്ടാവുകയാണ്. തൽഫലമായി രണ്ടുപേർക്ക് ചുറ്റും വൻ പൊടിപടലമുണ്ടായി. ആ പൊടിപടലം ഒന്ന് താഴേക്ക് വീഴുമ്പോൾ രണ്ടുപേരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. തേർഡ് എൽഡർ മാർക്കിനെ നോക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ പെർഫോമൻസ് ശരിക്കും എന്നെ വളരെ അതിശയിപ്പിക്കുകയാണ്. മാർക്ക്, സത്യമായിട്ടും നിന്നെ കൊല്ലേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിന്നെപ്പോലെ ഒരു ജീനിയസ് വളരെ വളരെ അപൂർവമായി മാത്രമാണ് ഈ ഹോളി റീജിയനിൽ ഉണ്ടാവുക. നീ
ഞങ്ങൾക്കൊപ്പം ചേരുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വാക്ക് നൽകാം. മാർക്ക്, നമുക്ക് ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഹേയ് തേടുള്ള നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. പക്ഷെ ഞാൻ ഒരു വാക്ക് നേരത്തെ പറഞ്ഞു, നിങ്ങളെ കൊല്ലുമെന്ന്. അത് മാറ്റാൻ എനിക്ക് പറ്റില്ല. മാർക്കിന്റെ ധിക്കാരപരമായ മറുപടി കേട്ടതും തേടുള്ള മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അഹങ്കാരത്തിന്റെ വില നീ കൊടുക്കേണ്ടി വരും. മാർക്ക്, നിനക്കൊരു വിചാരമുണ്ട്, നിനക്ക് മാത്രമേ ഇത്തരം സ്പെല്ലുകൾ കൈവശമുള്ളെന്ന്. മാർക്ക്, നീ ഇത് കണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈയൊന്ന് അനക്കിയതും ഒരു കൂറ്റൻ സീല് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ഷീ കുടുംബത്തിന്റെ പ്രത്യേകതയാണ് ആ സീല്. മാർക്ക് ഇതിനു മുമ്പേ ഷീ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളോട് ഫൈറ്റ് ചെയ്തപ്പോഴൊക്കെ മാർക്ക് ആ സീല് കണ്ടിട്ടുണ്ട്. ആ സീലിന് വല്ലാത്തൊരു ഒപ്രസീവ് കപ്പാസിറ്റി ഉണ്ട്. ആളുകളെ വൻതോതിൽ ചവിട്ടി താഴ്ത്താനുള്ള അല്ലെങ്കിൽ അടിച്ചമർത്താനുള്ള ഒരു കപ്പാസിറ്റി, ആ ഓപ്പറേഷൻ, ആ പ്രഷറൈസിങ് കപ്പാസിറ്റി, ആ ശക്തി ആ സീല് പുറത്തു വന്നപ്പോൾ തന്നെ മാർക്കിന് അനുഭവപ്പെടുകയും ചെയ്തു. ഷീ കുടുംബത്തിലെ ഒരുപാട് ആളുകളുമായി മാർക്ക് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഈ തേർഡ് എൽഡറെ പോലെ ശക്തനായ ഒരാളോട് മാർക്ക് ആദ്യമായിട്ടാണ് ഒന്ന് ഉരസുന്നത്. അതുകൊണ്ട് തന്നെ ആ സീലിന്റെ പവർ മാർക്ക് വിചാരിച്ച അളവിലുമല്ല. തേർഡ് എൽഡർ ഒരു സംഭവമാണ്. ശരിക്കും ഒരു തെങ്ങിന്റെ അത്രയും പൊക്കത്തിലേക്ക് ആ സീലിനെ അങ്ങ് വലുതാക്കാൻ തേർഡ് എൽഡർക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ പറ്റി. ശക്തമായ ആ സീല് മാർക്ക് ഫില്ലർക്ക് നേരെ അങ്ങനെ പാഞ്ഞു വരികയാണ്. ആ സീല് മുന്നോട്ടിങ്ങനെ തറയിലൂടെ വരുമ്പോൾ അതിന്റെ മറ്റേറ്റം ആകാശത്താണെന്ന് പറയാം. ശരിക്കും ഒരു മറ, ഒരു ബാരിയർ സൃഷ്ടിച്ചുകൊണ്ട് മാർക്കിനെ അമർത്തിക്കൊല്ലാനായി ആ സീല് മുന്നോട്ട് വരുമ്പോൾ ആ സീലിനെ ശരിക്കും മുന്നോട്ട് നയിപ്പിക്കുന്നത് ആ തേർഡ് രണ്ട് കൈകളാണ്. അയാളുടെ കയ്യിൽ നിന്ന് അതിശക്തമായ ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു പവർ ആ സീലിനെ അങ്ങനെ തള്ളുന്നതാണ്. മാർക്ക് ഫില്ലർ ആ സീലിലേക്ക് നോക്കിയിട്ട് ചാടി ഉയർന്ന് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. 10,000 ബ്രേക്കിംഗ് ഫിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ഫില്ലർ ആദ്യൊരു ഒറ്റ ഇടി. 10,000 സ്പെല്ലുകളെ തകർക്കാൻ കപ്പാസിറ്റിയുള്ള മാർക്കിന്റെ ആ ഇടി മാർക്ക് ആ സീലിലേക്ക് കൊടുക്കുമ്പോൾ മാർക്ക് യഥാർത്ഥത്തിൽ 6th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുലയിലാണ് ഇടിക്കുന്നത്. അതിന്റെ പവർ മാർക്കിന്റെ പവർ അല്ല. അതിശക്തമായ പഞ്ച് ആ സീലിന്റെ ഒത്ത കേന്ദ്രത്തിൽ പതിച്ചതും ആ സീല് അങ്ങ് തകർന്നു. ശരിക്കും ആ സീല് തകരുമ്പോൾ ആ സീലിനെ മുന്നോട്ട് തള്ളിയിരുന്ന ആ തേർഡ് എൽഡർ സ്വാഭാവികമായിട്ടും പുറകോട്ട് തള്ളപ്പെട്ടു. തേർഡ് എൽഡറുടെ മുഖത്ത് കൗതുകമാണോ ഒരു വിളർച്ചയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം ആ നിമിഷത്തിലുണ്ടായി. അയാൾ ഒന്ന് സ്റ്റഡിയായതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൊള്ളാം, നിന്റെ പവർ എനിക്കങ്ങ് ഇഷ്ടമായി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഇടതുകയും വലതുകയും ഒരുമിച്ച് ഒന്ന് ഉയർത്തിയതും മാർക്ക് അവരുടെ ക്ലാസിക് സംഭവം കണ്ടു. ഇടതുകയിൽ ലൈഫിന്റെ ചിത്രവും വലതുകയിൽ ഡെത്തിന്റെ ചിത്രവും. ജീവനും മരണവും ഇരു കൈകളുമായി കൊണ്ടുവരിക എന്നുള്ളത് ഈ ഷീ കുടുംബത്തിന്റെ പ്രഖ്യാപിതമായ ഒരു സൂത്രമാണ്. ഒരു അടിപൊളി സ്പെല്ലാണ്. ആ സ്പെല്ല് അതിനു മുമ്പ് ആ ഷിയും അതുപോലെ ഷിഫോങ്ങും ഉപയോഗിച്ചത് മാർക്കിനെതിരെ തന്നെയാണ്. ആ 2 തവണയും മാർക്ക് ആ സ്പെല്ലുകൾ തകർത്തിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും മാർക്കിന്റെ അതേ ലെവലിലേക്ക് ഉള്ള ആളുകളാണ്. ഇവിടെ ഈ കക്ഷി ഒരു സെമി സെന്റാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന്റെ പവറും അതിനനുസരിച്ച് ഒരുപാട് വളർന്നിട്ടുണ്ട്. ആ ഡെത്ത് ചിത്രത്തിൽ നിന്ന് കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് പല സാധനങ്ങളും തുടർന്ന് പുറത്തേക്ക് ചാടിയത്. കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന മൃഗങ്ങളുടെ ഒരു വൻ നിര തന്നെ ആ ചിത്രത്തിലുണ്ട്. ആ മൃഗങ്ങൾ മാർക്കിനെ തുരുതുര ആക്രമിച്ചു തുടങ്ങി. മാർക്ക് ബാറ്റിൽ വേർഡ് ഫോർമുലയിലാണ്. ആ ബാറ്റിൽ വേർഡ് ഫോർമുലയ്ക്ക് പരമാവധി 30 മിനിറ്റാണ് ആയുസ്. അതിനിടയിൽ മാർക്കിന് തേർഡ് എൽഡറെ അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കിന് തേർഡ് എൽഡറെ തൊടാൻ പറ്റില്ല. അതറിയാവുന്ന മാർക്ക് അതിവേഗം ആ ആക്രമണകാരികളായ മൃഗങ്ങളെ പഞ്ചുകൾ കൊണ്ട് നേരിട്ട് തുടങ്ങി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്ക് ഫില്ലർ ആ വൃത്തത്തിനകത്ത് കറങ്ങി നടന്നുകൊണ്ട് ആ ചിത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൃഗങ്ങളെയും ആയുധങ്ങളെയും നേരിടുകയാണ്.
ഏത് ആയുധമാവട്ടെ, ഏത് മൃഗമാവട്ടെ, മാർക്കിന്റെ ഒറ്റയിടിയിൽ അത് അവസാനിക്കുന്നു. ശരിക്കും അതെല്ലാം അയഥാർത്ഥമായ സംഭവങ്ങളാണ്. ഊർജം ഉപയോഗിച്ചുകൊണ്ട് അവിടെ മൃഗങ്ങളെയും അതുപോലെ ആയുധങ്ങളെയും ആ തിയേറ്ററിൽ അവതരിപ്പിക്കുകയാണ്. മാർക്കിന്റെ മനസ്സിനെ ഒന്ന് ചഞ്ചലമാക്കാൻ പറ്റിയാൽ ആ ചിത്രം മാർക്കിനെ വിഴുങ്ങും. അതാണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത. മാർക്കിന് ആ കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ പൂർണ്ണ ശ്രദ്ധ ആ ചിത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആയുധങ്ങളിലും ആ മൃഗങ്ങളിലുമാണ്. പക്ഷികളും പാമ്പുകളും ഒക്കെ പുറത്തു വരുന്ന ആ സംഭവങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതെന്തുമാവട്ടെ, മാർക്ക് അവയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും മാർക്ക് ആ ഡിവൈൻ ഐ ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ ഐയിൽ മാർക്ക് കൃത്യമായിട്ടും ആ ചിത്രത്തിന്റെ കേന്ദ്രം കണ്ടു. ഡിവൈൻ ഐ ആ കേന്ദ്രം കണ്ടുപിടിച്ചതും മാർക്കിന്റെ ആ പ്രിമോഡിയൽ സ്പിരിറ്റിൽ നിന്ന് ശക്തമായ ഒരു റേ ആ കേന്ദ്രത്തിലേക്ക് അതിവേഗതയിൽ പാഞ്ഞു. തേർഡ് എൽഡർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് ആ ചിത്രം തകർന്ന് തരിപ്പണമായി. ശരിക്കും ഈ സമയത്ത് പുറത്തു നിൽക്കുന്ന ആളുകൾ വല്ലാത്തൊരു ആവേശത്തിലാണ്. ഷീ കുടുംബത്തിന്റെ ലൈഫ് ആൻഡ് ഡെത്ത് ചിത്രത്തെക്കുറിച്ച് അവരൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആ ഹോളി റീജിയനിലെ വളരെ വളരെ അമൂല്യമായൊരു സ്പെല്ലാണ്. ആ സ്പെല്ല് ഇത് അവരുടെ മുന്നിൽ അതിശക്തമായി ആ തേർഡ് എൽഡർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ തേർഡ് എൽഡർ അവതരിപ്പിച്ച ആ ചിത്രത്തെയാണ് മാർക്ക് ഫെല്ലർ ഇത് നിഷ്പ്രയാസം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. മാർക്കിന്റെ ആ ഉരുക്ക് മുഷ്ടികൾക്കിടയിൽ നിന്ന് ശരിക്കും ആ പ്രിമോഡിയൽ സ്പിരിറ്റ് പിക്ചറിനെ അറ്റാക്ക് ചെയ്തത് ആരും കണ്ടില്ല എന്നതാണ് സത്യം. പ്രിമോഡിയൽ സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഒരു അറ്റാക്ക് നടത്താൻ കഴിയുമെന്നുള്ള കാര്യം ശരിക്കും ആ കൂടി നിൽക്കുന്ന ആൾക്കാർക്കാർക്കും അറിയാത്ത കാര്യമാണ്. തേർഡ് എൽഡർക്കും അതറിയില്ല. പെട്ടെന്ന് അയാളുടെ ആ മാന്ത്രിക സ്പെല്ല് തകരാറിലായപ്പോൾ അയാൾ ഒന്ന് പതറി. അയാളുടെ കൈവശമുള്ള ഓരോ സംഭവങ്ങളായി എടുത്ത് ഉപയോഗിച്ചു തുടങ്ങിയാണ്. സമയം പതുക്കെ പതുക്കെ മൂവ് ചെയ്യാണ്. ഫൈറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റായി. ഇനി ഒരു 15 മിനിറ്റ് കൂടി മാർക്കിന്റെ മുന്നിലുണ്ട്. അതിനിടയിൽ മാർക്ക് അയാളെ അവസാനിപ്പിക്കണം. മാർക്ക് വാച്ചിലേക്കൊന്നും നോക്കുന്നില്ലെങ്കിലും മാർക്കിന്റെ മനസ്സിൽ കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. മാർക്കിന്റെ സമയം തീരാൻ പോകുന്ന കാര്യം ഏതാണ്ട് അറിയാം. മാർക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് തേർഡ് എൽഡറോട് പറഞ്ഞു, തേർഡ് എൽഡർ, നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് ഇനി ഇങ്ങനെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലറിന്റെ ഇടത് കൈയിൽ ഒരു ജാറ് പ്രത്യക്ഷപ്പെട്ടു. ആ ജാറിൽ നിന്ന് ഒരു തുള്ളി ഡ്രാഗൺ ബ്ലഡ് മാർക്കിന്റെ കയ്യിലേക്ക് വീണു. കയ്യിലേക്ക് വീണ ആ ഡ്രാഗൺ ബ്ലഡ് മാർക്ക് ഒന്ന് ഊതി. ആ ഡ്രാഗൺ ബ്ലഡ് അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ മാർക്ക് ആ ഡ്രാഗൺ ബ്ലഡ് ആ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നതും ശരിക്കും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം ആ ചുറ്റുമുള്ള വലയത്തിൽ നിന്ന് ആകാശത്തേക്ക് അങ്ങ് പറന്നുയർന്നു. ശരിക്കും ആകാശം ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാഗങ്ങളും പെട്ടെന്ന് ആ പ്രകാശത്താൽ കവേർഡായി. ഇപ്പോൾ കൃത്യമായും ഒരു കൂടാരത്തിനകത്ത് മാർക്കും ആ തേർഡ് എൽഡറും പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കൂടാരം പോലെ ആ പ്രകാശം കവർ ചെയ്യപ്പെട്ടപ്പോൾ പുറത്തു നിൽക്കുന്ന തേർഡ് എൽഡർ ശിഷ്യൻ തേർഡ് എൽഡറോട് പറഞ്ഞു, തേർഡ് എൽഡർ ശ്രദ്ധിക്കണേ. ആ ശിഷ്യൻ പറയാതെ തന്നെ ആ കാര്യം തേർഡ് എൽഡർക്ക് അറിയാം. പക്ഷെ തേർഡ് എൽഡർ അത് പുറത്തു കാണിക്കാതെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ കില്ലിംഗ് ഫോർമേഷൻ ഒന്നും എന്നെ അവസാനിപ്പിക്കാൻ പര്യാപ്തമൊന്നുമല്ല. അങ്ങനെ തേർഡ് എൽഡർ പറഞ്ഞതും മാർക്ക് ഫെല്ലർ 2 കൈകളും നെഞ്ചിലേക്ക് കുറുകയും കെട്ടി. ശരിക്കും ഇനി നടക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്ന് മാർക്ക് ഫെല്ലർ പറയാതെ പറയുകയാണ്. മാർക്ക് ആ കൈകൾ കെട്ടി ശാന്തനായി അതിന് നിൽക്കുമ്പോൾ ആ കില്ലിംഗ് ഫോർമേഷൻ അതിശക്തമായ പ്രകാശം ആകാശത്തേക്ക് തൊടുത്തതുപോലെ അതിൻ്റെ വശങ്ങളിൽ നിന്ന് മുന്നോട്ട് തൊടുത്തു തുടങ്ങി. ശക്തമായ പ്രകാശം മുന്നിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു കാറ്റും അവിടെ ജനിച്ചിട്ടുണ്ട്. ഒരു കൊടുങ്കാറ്റിന്റെ ശൈലി ആ വൃത്തത്തിനകത്തുണ്ട്. പക്ഷേ താഴന്ന്
കല്ലുകളോ ഇലകളോ മണ്ണോ പൊങ്ങുന്നില്ലെന്ന് മാത്രം. പക്ഷെ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു ഫീലുണ്ട്, ഒരു മുരൾച്ച അതവിടെ കേൾക്കാം. പുറത്തേക്ക് ആളുകളൊക്കെ വളരെ ആകാംക്ഷാഭരിതരായി അകത്തേക്ക് നോക്കുമ്പോൾ ശ്രീഹരി മുന്നോട്ട് കുതിക്കാനായി അങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും അപകടകരമായി സംഭവിച്ചാൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ശ്രീഹരിയുടെ ടാർഗറ്റ്. ശ്രീഹരി മുന്നോട്ട് കുതിക്കാനായി അങ്ങനെ നിൽക്കുമ്പോൾ കൈകൾ രണ്ടും നെഞ്ചിൽ കെട്ടിത്തിക്കുന്ന മാർക്ക് ഫെല്ലറെയും ചുറ്റും ശക്തമായി മുന്നോട്ട് കുതിക്കുന്ന പ്രകാശത്തെയും അമ്പരപ്പോടെ നോക്കുന്ന തേഡൽഡർ പെട്ടെന്നാണ് തനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. തേഡൽഡറെ ആ പ്രകാശം പൂർണ്ണമായി പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ്. ആ പ്രകാശം എപ്പോഴാണ് തേഡൽഡറുടെ അടുത്ത് എത്തിയെന്നുള്ള കാര്യം തേഡൽഡർ അറിഞ്ഞില്ല എന്നാണ് സത്യം. എല്ലാ ഭാഗത്തു നിന്നും ഒന്നിച്ച് പ്രകാശം മുന്നോട്ട് വന്ന് ആ തേഡൽഡറെ തൊട്ടു എന്ന് പറയാം. തേഡൽഡറെ ആ പ്രകാശം തൊട്ടപ്പോൾ തേഡൽഡർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടമായി. തേഡൽഡറെ ആ പ്രകാശം പുറകോട്ട് വലിക്കുകയാണ്. അതിശക്തമായ ആ പ്രകാശം അതിൻ്റെ ഉള്ളിലേക്ക് തേഡൽഡറെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ച പുറത്തു നിൽക്കുന്ന ഷീ കുടുംബത്തിലെ ആളുകൾ കണ്ടു. അവര് ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. അവർ തേഡൽഡറോട് പറഞ്ഞു, തേഡൽഡർ തേഡൽഡർ. അങ്ങനെ വിളിക്കുമ്പോഴേക്കും തേഡൽഡർ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ് ഒന്ന് കുതിക്കാനായി. എന്തായാലും അതിശക്തമായി ഒന്ന് അലറിക്കൊണ്ട് തേഡൽഡർ ആ തീന്ന് തെറിച്ച് നടുക്കോട്ട് വീണു. അയാളുടെ ദേഹം ഇപ്പൊ നിന്ന് കത്തുകയാണ്. പെട്ടെന്ന് അയാൾ ആ തീയെ കാണിച്ചു. പക്ഷെ ഭയം തേഡൽഡറുടെ ബോഡിയിൽ നമുക്ക് വിസിബിളാണ്. അയാളുടെ കാൽ വിരൽ മുതൽ തലവരെ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ഏതാനും സെക്കൻഡുകൾക്കകം അയാള് സ്വബോധം വീണ്ടെടുത്തു. ഈ കാഴ്ചകൾ കണ്ട മാർക്ക് ഫെല്ലർ നിശബ്ദനായി തേഡൽഡർ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ആ പുറത്തു നിൽക്കുന്ന ആളുകളോടായി തേഡൽഡർ പറഞ്ഞു, ഏയ് നിങ്ങള് അത് പൊളിക്കാൻ നോക്ക്. ചുറ്റുമുള്ള ആ പ്രകാശ വലയത്തെ പുറത്തുനിന്ന് പൊളിക്കാനുള്ള ഉത്തരവാണ് തേഡൽഡർ കൊടുത്തത്. അത് കേട്ടതും ആ ശിഷ്യന്മാർ മാർക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ആ പ്രകാശവലയത്തെ പൊളിക്കാനായി അതിവേഗം ആ പ്രകാശവലയങ്ങളുടെ അടുത്തേക്ക് നീങ്ങി. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും അവരുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് ആ വലയത്തെ തകർക്കാനായി ശ്രമം തന്നെ തുടങ്ങി. കിണഞ്ഞ ശ്രമം എന്ന് പറയില്ലേ, അതുപോലെ ഏകദേശം 2 ഡസനോളം ഫൈറ്റേഴ്സാണ് തേഡൽഡർക്കൊപ്പം അവിടെ എത്തിയിരുന്നത്. അവര് ആ എൻറ്റയർ വലയത്തെ അങ്ങ് വളഞ്ഞു. ആ വലയത്തെ തകർക്കാൻ നോക്കിയപ്പോഴാണ് അത് നടക്കില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. ആ വലയം തകർക്കണമെങ്കിൽ അതിന്റെ കേന്ദ്രം ഐഡന്റിഫൈ ചെയ്യണം. ആ കേന്ദ്രം എവിടെയാണ്, അതാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അവന്മാര് തലങ്ങും വിലങ്ങും ഓടി പല രീതിയിലും ആ വലയത്തിലേക്ക് അവരുടെ പവർഫുൾ ഇന്റേണൽ എനർജി പ്രസ് ചെയ്തുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും ആ വലയം അതൊക്കെ തള്ളിക്കളയുകയാണ്. ശരിക്കും ആ വലയത്തിന് അടുത്തേക്ക് പോലും ഒരാൾക്കും എത്താൻ പറ്റുന്നില്ല. ഏതാനും മിനിറ്റുകൾ നേരം അവർ അങ്ങനെ ഓടി നടന്നിട്ട് തേഡൽഡറോട് പറഞ്ഞു, തേഡൽഡർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഏയ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. തേഡൽഡർ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതും അകത്ത് പ്രകാശം വീണ്ടും തേഡൽഡറെ പിടികൂടി. മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ കൂടെ വരുന്ന പ്രകാശം പോലും മാർക്കിനെ ടച്ച് ചെയ്യാതെ തേഡൽഡറെയാണ് പിടികൂടുന്നത്. ആ വലയത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രകാശം തേഡൽഡറെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പാഞ്ഞു വരുന്ന ആ അമ്പരപ്പിക്കുന്ന കാഴ്ച പുറത്തേക്കുന്ന ആളുകളിൽ എന്നതല്ലാത്ത ഒരു അതിശയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേഡൽഡറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തേഡൽഡർ സെമി സെയിന്റ് ആണ്, അതിശക്തനാണ്, ഷീ കുടുംബത്തിന്റെ മൂന്നാമനാണ്. ആ ആളെ മാർക്ക് എന്ന ഒരു സാധാ പോരാളി ഒരു കില്ലിംഗ് ഫോർമേഷൻ ഉണ്ടാക്കി വകവരുത്തുമെന്ന് അവരെങ്ങനെയാ ധരിക്കുക? ശരിക്കും ഈ സമയത്ത് പുറത്തു നിൽക്കുന്ന ആ ശിഷ്യന്മാർ 3ആയി പിരിഞ്ഞു. അതിൽ ഒരു ടീം ഡിവൈൻ സിറ്റിയിലേക്ക് അതിവേഗം കുതിച്ചു. അവിടെ ഫോർമേഷൻ മാസ്റ്റേഴ്സ് ആരെങ്കിലും കാണും, അവരെ വിളിച്ചുകൊണ്ടൊന്ന് ആ ഫോർമേഷൻ പൊളിക്കുക, അതാണ് അവരുടെ ടാർഗറ്റ്. വേറൊരു ടീം അതിവേഗം ഷീ കുടുംബത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഷീ കുടുംബത്തിന്റെ സമീപത്തുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലെത്തി അവിടെ നിന്ന് അവരുടെ ഫാമിലി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിവരം അറിയിക്കുക. അവിടെ നിന്ന് അതിവേഗതയിൽ സപ്പോർട്ട് എത്തണം. ബാക്കിയുള്ള ടീമാണ് ഇപ്പോ ആ വലയത്തിന് പുറത്തുള്ളത്. ഇപ്പൊ സമയം ഏകദേശം 20-22 മിനിറ്റായി. മാർക്കിന്റെ മുന്നിൽ ഇനി 8 മിനിറ്റ് കൂടിയേ ഉള്ളൂ. മാർക്ക് ശരിക്കും കൈകൾ കെട്ടിയിരിക്കുകയാണെങ്കിലും മാർക്കിന്റെ ഇന്റേണൽ സ്ട്രെങ്തിനെ അത് ശരിക്കും പിടിച്ചുലയ്ക്കുന്നുണ്ട്. മാർക്കിന്റെ മൈൻഡ് കൈവിട്ട് പോകുമോ എന്ന് മാർക്കിന് തന്നെ ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ട്. കൈവിട്ട് പോയാൽ മാർക്ക് ഉൾപ്പെടെ അതിനകത്ത് കൊല്ലപ്പെടും. ഈ സമയത്ത് ആ തേഡൽഡർ അയാളുടെ ചുണ്ട് ഒന്ന് കടിച്ചു പൊട്ടിച്ചു. ചുണ്ട് കടിച്ചു പൊട്ടിച്ചതും അയാളുടെ നാവിൽ നിന്ന് ഒരു തുള്ളി രക്തം താഴേക്ക് വീണു. ആ രക്തം താഴേക്ക് താഴ്ന്നു വരുമ്പോൾ അയാള് ആ രക്തത്തിലേക്ക് ഒന്ന് ഊതി. ഇതൊക്കെ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. അയാൾ ആ രക്തത്തിലേക്ക് ഊതിയിട്ട് കണ്ണടച്ച് എന്തോ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ ഒരു ഗോളം അവിടെ രൂപീകൃതമായി.
രക്തത്തിന്റെ നിറത്തിലുള്ള ഒരു ഗോളം. ആ ഗോളം വൻതോതിൽ അങ്ങ് വളർന്നു തുടങ്ങി. ആ ഗോളവും തേടലുടെ നേരെ വരുന്ന പ്രകാശവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ശരിക്കും കാണികൾക്ക് വിസിബിളാണ്. ആ ഗോളം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വലുതായിക്കൊണ്ടിരിക്കുന്ന ആ ഗോളം അതിനെ ആക്രമിക്കുന്ന ആ പ്രകാശത്തെ പുറകോട്ട് തള്ളാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ഒരു നല്ല വടംവലിയുടെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാം. ആ കാഴ്ചകളിൽ പതറാതെ മാർക്ക് ഫെല്ലർ കൈകെട്ടിയായി നിൽക്കുമ്പോൾ തേടല്ലർ അയാളുടെ പുറകുവശത്ത് നിന്ന് അയാൾ ആക്രമിക്കുന്ന ആ പ്രകാശത്തിന് രക്ഷപ്പെടാനായി അവിടെയും ഒരു ഗോളം സൃഷ്ടിച്ചു. ഇപ്പോ 2 ഗോളങ്ങൾക്കിടയിൽ ആ തേടലറുണ്ട്. തേടലറുടെ മുന്നിലും പിന്നിലുമുള്ള ആ ഗോളങ്ങൾ തേടലറെ ആക്രമിക്കുന്ന പ്രകാശത്തെ 2 ഭാഗത്തേക്കും തള്ളി മാറ്റുകയാണ്. അത് തള്ളി മാറ്റുന്ന പ്രക്രിയയിൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ഗോളങ്ങൾ വിജയിച്ചു എന്ന് ഒരു തോന്നൽ ആളുകൾക്കുണ്ടായി. മാർക്ക് ഫെല്ലർ അതീവ ശ്രമകരമായി ബിൽഡ് ചെയ്ത ആ ഫോർമേഷൻ ഇതാ തകരാൻ പോകുന്നു. അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാകാൻ അവിടെ ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മാർക്കിന്റെ ആ ഫോർമേഷൻ ഒന്ന് വിറച്ചു തുടങ്ങി. ആ ഫോർമേഷൻ ഇതുവരെ അറ്റാക്ക് ചെയ്യായിരുന്നു. ആ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്തെന്ന് മാത്രമല്ല, തിരിച്ച് ആ അറ്റാക്കിനെ പിന്തള്ളുകയാണ്. തേടലുടെ ആ 2 രക്തഗോളങ്ങളും ആ പ്രകാശത്തെ 2 ഭാഗത്തേക്കും പിന്തള്ളിയപ്പോൾ അത് മാർക്കിലും ഒരു വല്ലാത്ത വിറയലുണ്ടാക്കുകയാണ്. മാർക്കിന്റെ മെന്റൽ സ്ട്രെങ്ത് ഏതാണ്ട് നഷ്ടമാകുന്ന പോലെ ഒരു തോന്നൽ. ഇത് പുറത്തു നിൽക്കുന്ന ശ്രീഹരിയിൽ ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കി. ശ്രീഹരിക്ക് അറിയാം മാർക്ക് പറഞ്ഞ കാര്യം. ആ എൻഡ്ലെസ് കില്ലിംഗ് ഫോർമേഷൻ തകർന്നാൽ മാർക്കും തേടലറും ഒരുമിച്ച് കൊല്ലപ്പെടും. അത് ഇതാ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ തോന്നിയതും ശ്രീഹരി നിന്ന സ്ഥലത്തുനിന്ന് മുന്നോട്ട് കുതിച്ചു. തകരുന്ന ആ ഫോർമേഷൻ ഇടയിലൂടെ അകത്തേക്ക് പാഞ്ഞു കയറി മാർക്ക് ഫെല്ലർ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ശ്രീഹരിയുടെ ഏക ടാർഗറ്റ്. അതിനുവേണ്ടി ശ്രീഹരി മുന്നോട്ട് കുതിച്ചതും ആ തകർന്നുകൊണ്ടിരുന്ന ഫോർമേഷൻ പെട്ടെന്ന് അങ്ങ് ശരിയായ ആ നിമിഷത്തിൽ അകത്ത് ആ 2 രക്തഗോളങ്ങളും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഒരു നിമിഷം ആ ഫോർമേഷൻ ഒന്ന് തകർന്നെങ്കിലും അടുത്ത നിമിഷത്തിൽ ആ ഫോർമേഷൻ ശക്തി ആർജിച്ചു എന്ന് വ്യക്തം. ആ 2 ഗോളങ്ങളും തകർന്നതും തേടലർ ശരിക്കും അകത്തുനിന്ന് എടുത്തെറിയപ്പെടുകയായിരുന്നു. അയാൾ ആകാശത്തിലേക്ക് പൊങ്ങി താഴെ വന്ന് അങ്ങ് വീണു. ആ വീഴ്ച ആ തേടലറുടെ സകല എല്ലുകളും ഓടിച്ചു എന്ന് പറയാം. ആ എല്ലുകൾ ഓടിഞ്ഞതിന്റെ ശബ്ദവും ഞരക്കവും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. മാർക്ക് ഫെല്ലർ ശരിക്കും മാർക്ക് ഫെല്ലറുടെ അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. താഴെ വീണ തേടലറെ നോക്കിയ മാർക്കിന്റെ 2 കണ്ണുകൾക്കും ഇടയിൽ നിന്നായി ഒരു പ്രകാശം മുന്നോട്ട് വന്നു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടത് കൈ ഒന്ന് ചലിച്ചു. ആ ഇടത് കൈയിൽ ആ ജാറുണ്ട്, ഡ്രാഗൺ ബ്ലഡിന്റെ ജാർ. ആ ജാറിൽ നിന്ന് ഒരു തുള്ളി രക്തം മാർക്ക് പുറത്തേക്ക് വീഴ്ത്തിയിട്ട് ആ തുള്ളിലേക്ക് ഒന്ന് ഊതി. മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് മുന്നോട്ട് പതിച്ച പ്രകാശത്തിലേക്ക് മാർക്ക് ഊതിയ ആ രക്തവും വന്ന് തൊട്ടത് ഒരേ വേഗതയിലാണ്. ശരിക്കും ഇതിൽ മാർക്കിന് വല്ലാത്തൊരു കൺട്രോൾ ഉണ്ട്. മാർക്ക് എന്തോ ഒരു സ്പെൽ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് സ്വാഭാവികമായിട്ടും സകലർക്കും തോന്നിയിരുന്നു. നേരത്തെ മുന്നോട്ട് കുതിച്ച ശ്രീഹരി ഫോർമേഷൻ സ്റ്റഡിയായി കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പുറകോട്ട് മാറിയിരുന്നു. മാർക്കിന്റെ പവറിൽ ശ്രീഹരിക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നിയ നിമിഷമാണ്. ആ നിമിഷത്തിലാണ് മാർക്ക് അകത്ത് അവസാന ശ്രമത്തിലേക്ക് കടന്നത്. മാർക്കിന്റെ ആ ഉച്ഛ്വാസവായുവും ഡ്രാഗൺ ബ്ലഡും മാർക്കിന്റെ ആ ഗ്ലാബലയിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രകാശവും 3 ഒരുമിച്ച് ചേർന്നതും അവിടെ ശക്തമായ ഒരു കൈ രൂപം കൊണ്ടു. അതിശക്തമായ ഒരു കൈ. പെട്ടെന്നാണ് ആ കൈയുടെ വലിപ്പം കൂടിയത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ഗ്ലോബ് പോലെ നിൽക്കുന്ന ആ കൂടാരത്തിനകത്ത് ഒരു കൂറ്റൻ കൈ രൂപം കൊള്ളുമ്പോൾ താഴെ തറയിൽ വീണ ആ തേടലർ എണീറ്റ് തുടങ്ങിയിരുന്നു. അയാളൊരു സെമി സീറ്റാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പരിക്കുകൾ അതിവേഗം ഭേദമാകും. സ്വയം ഹീൽ ചെയ്യാനുള്ള, ചികിത്സിക്കാനുള്ള ഒരു മെക്കാനിസം അയാളിലുണ്ട്. അയാളുടെ ആ ഒടിവുകളൊക്കെ അതിവേഗം ഹീലാവുമ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. അയാൾക്ക് മുന്നിലായി ആകാശത്ത് ഒരു കൂറ്റൻ കൈ രൂപം കൊള്ളുന്ന കാര്യം. ആ കൂറ്റൻ കൈ തന്നെ ആക്രമിക്കാനായി മാർക്ക് ഫെല്ലർ ഉണ്ടാക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയമൊന്നുമില്ല. അയാളുടെ അവസാന ആയുധം പുറത്തെടുത്തു. അതുവരെ അയാൾ ഉപയോഗിക്കാതിരുന്ന അയാളുടെ അവസാന ആയുധം അയാൾ വീണ്ടും അയാളുടെ ചുണ്ടെന്ന് കടിച്ചു. അനവധി തുള്ളി രക്തം ആ നിമിഷത്തിൽ പുറത്തേക്ക് വീണു. ആ രക്തം പുറത്തേക്ക് വീണതും അയാൾക്ക് മുന്നിലായി ഒരു കൂറ്റൻ രൂപം ഉണ്ടായി. മാർക്കിന്റെ കൈ പോലെ തന്നെ ഇവിടെ ഒരു ആൻസസ്റ്ററുടെ രൂപം ഉണ്ടാവുകയാണ്. അതിശക്തമായ ഒരു വിഷൻ അയാൾ അവിടെ സൃഷ്ടിച്ചതാണ്. അയാളുടെ ഒരു പ്രതിരൂപം എന്ന് പറയാം. ആ പ്രതിരൂപം ശക്തി ആർജിക്കുമ്പോഴേക്കും മാർക്കിന്റെ കൈയും ശക്തി ആർജിച്ചു കഴിഞ്ഞു. ആ പ്രതിരൂപം മുന്നോട്ട് കുതിച്ചതും മാർക്കിന്റെ കൈ ആകാശം താഴേക്ക് ആഞ്ഞടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ പ്രതിരൂപം മുന്നോട്ട് കുതിക്കുമ്പോൾ
അതിന്റെ ഇരു കൈകളും ഏതാണ്ട് യുദ്ധസന്നാഹമായി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വരുന്ന കൈയിലേക്ക് അതിശക്തമായി ആ രൂപം അങ്ങ് ഇടിക്കുമ്പോൾ ആ കൈ ആ രൂപത്തിന്റെ പുറത്ത് പതിച്ചു. ഏത് പവറാണ് വിജയിക്കാൻ പോകുന്നെന്ന് അറിയാത്തതുകൊണ്ട് മുഴുവൻ ആളുകളും ശ്വാസം പിടിച്ച കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ആ കരം അവിടെ ആ തേർഡ് എൽഡർ സൃഷ്ടിച്ച ആ ആൻസസ്റ്ററുടെ പുറത്ത് പതിക്കുന്നത്. ആൻസസ്റ്ററുടെ പുറത്ത് അത് പതിച്ചതും ഒരു നിശ്ചലാവസ്ഥ പെട്ടെന്ന് അവിടെ ഉണ്ടായി. സകലരും ശ്വസിക്കാൻ പോലും ശ്രമിക്കാതെ നിശ്ചലരായി ആ നിശ്ചല ദൃശ്യത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കൈ പതുക്കെ പതുക്കെ താണുടങ്ങി. മാർക്ക് ഫെല്ലർ സൃഷ്ടിച്ച ആ കൈ പതുക്കെ പതുക്കെ താഴുമ്പോൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് വിസിബിൾ ആണ് ആ രൂപം താഴേക്ക് താഴേക്ക് താഴുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ രൂപം പൂർണ്ണമായി അപ്രത്യക്ഷമായി പോകും. ആ കൈ ഇപ്പോ ആ തേർഡ് എൽഡറുടെ മുകളിലാണ്. തേർഡ് എൽഡർ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ആ കൈയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തേർഡ് എൽഡർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ തേർഡ് എൽഡറുടെ മുകളിലായി ആ കൈ അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ വരികയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തേർഡ് എൽഡർ തറയിൽ വീണു. ആ കൈ തേർഡ് എൽഡറെ അടിച്ച് ആ കൈ തേർഡ് എൽഡർ പുറത്തേക്കിങ്ങനെ ആഞ്ഞടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ കൈ ഒന്ന് വിറച്ചു. ആ കൈ വിറയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാഴ്ച കൂടി കണ്ടു. ചുറ്റുമുണ്ടായിരുന്ന ഫോർമേഷൻ പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു. പെട്ടെന്നാണ് ആ സകല ലൈറ്റുകളും നിന്നുപോയത്. മാർക്കിന്റെ ഫോർമേഷൻ ഇതാ തകർന്നിരിക്കുന്നു. പലതരത്തിലുള്ള ചിന്തകൾ ആളുകൾക്ക് വരികയാണ്. ഈ സമയത്ത് പരിക്ക് പറ്റി ഏതാണ്ട് നിശ്ചലാവസ്ഥയിൽ തറയിലേക്ക് വീണിരുന്ന തേർഡ് എൽഡറുടെ അടുത്തേക്ക് അയാളുടെ ആ ശിഷ്യന്മാർ ഓടിയെത്തി. അവരൊരു പരുവത്തിൽ തേർഡ് എൽഡറെ പിടിച്ച് എണീപ്പിച്ചു. എണീറ്റ് നിന്ന തേർഡ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. മാർക്ക്, നമുക്ക് ഇനി ഒരിക്കൽ ഏറ്റുമുട്ടാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേർഡ് എൽഡർ തിരിഞ്ഞു നടക്കാൻ പോയതും മാർക്ക് ഫെല്ലറുടെ ശബ്ദം അയാൾ കേട്ടു. ഏയ് തേർഡ് എൽഡർ, നിന്നെ ഞാൻ പോകാൻ അനുവദിച്ചില്ലല്ലോ. മാർക്കിന്റെ ചെവി തുളയ്ക്കുന്ന ശബ്ദം കേട്ട തേർഡ് എൽഡർ തിരിയുമ്പോഴേക്കും മാർക്ക് തൊട്ടു മുന്നിൽ എത്തിയിരുന്നു. തൊട്ടു മുന്നിൽ എത്തിയെന്ന് മാത്രമല്ല, ആ ശിഷ്യന്മാർക്കും ആ തേർഡ് എൽഡർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ വലത് കൈ തേർഡ് എൽഡറുടെ തലയിൽ പതിക്കുകയും ചെയ്തു. ശരിക്കും അതിശക്തമായ ഒരു പീരിക ഉണ്ട ഒരു കല്ലിൽ പതിച്ചാൽ ആ കല്ല് ചിതറുമല്ലോ, അതുപോലെ മാർക്കിന്റെ അതിശക്തമായ പഞ്ച് തേർഡ് എൽഡറുടെ മുഖത്ത് തന്നെ പതിച്ചു. ആ നിമിഷത്തിൽ തേർഡ് എൽഡറുടെ തല ചിതറി. ആ തേർഡ് എൽഡറുടെ ഇരുഭാഗത്തുമായി രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളും വായും ആ നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന വേദിയിൽ അങ്ങ് തുറന്നു. ശരിക്കും അവർക്ക് വിശ്വസിക്കാനായില്ല. ഷീ കുടുംബത്തിന്റെ ദ വൺ ആൻഡ് ഓൺലി തേർഡ് എൽഡർ അവരുടെ തൊട്ടു മുന്നിൽ തലയില്ലാതെ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ മനസ്സിനെ പഠിപ്പിക്കുമ്പോഴേക്കും തേർഡ് എൽഡറുടെ ബോഡിയിൽ നിന്ന് അറിയാതെ അവർ കൈയെടുത്ത് പോവുകയാണ്. തേർഡ് എൽഡറുടെ ഇരു കൈകളിലും ശരിക്കും അവർ രണ്ടുപേരും പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ ബോഡി ഏതാനും സെക്കൻഡ് നേരം അങ്ങനെ അവിടെ തലയില്ലാതെ നിന്നത്. അവർ കൈയെടുത്തതും ആ ബോഡി താഴേക്ക് വീണു. ഈ സമയത്ത് മാർക്കും ഏതാണ്ട് താഴേക്ക് വീണതുപോലെയായി. മാർക്കിന്റെ ശരീരത്തിലെ അവസാന തുള്ളി ഊർജവും എടുത്തിട്ടാണ് ശരിക്കും ആ ലാസ്റ്റ് പഞ്ച് നടത്തിയത്. മാർക്ക് താഴേക്ക് ഒരു ശബ്ദത്തോടുകൂടി വീഴുമ്പോൾ ഈ കാഴ്ച കണ്ട ആ രണ്ട് ശിഷ്യന്മാരും ഉറക്കെ പറഞ്ഞു, മാർക്ക്, ഈ തെറ്റിന് നിന്റെ ജീവൻ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യന്മാർ മുന്നോട്ട് കുതിച്ചതും അവരുടെ ഇടയിലേക്ക് കയറിയ ശ്രീഹരി അവരെ തടുത്തതും അവർ ശ്രീഹരിയോട് പറഞ്ഞു, ഏയ്, ഇതിൽ നിങ്ങൾ ഇടപെടരുന്നു. മാർക്ക് എന്റെ സുഹൃത്താണ്, അപ്പോ ഞാൻ ഇടപെടും, എന്നാൽ നീയും വാങ്ങിക്കും എന്ന് ആ ശിഷ്യൻ പറഞ്ഞതേ ആ ശിഷ്യന് ഓർമ്മയുണ്ടാവും. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഷീ കുടുംബത്തിന്റെ ബാലൻസായി ഉണ്ടായിരുന്ന 8 ആളുകളുടെയും ഡെഡ് ബോഡി അവിടെ വീണ് കിടക്കുകയാണ്. മാർക്ക് ഫെല്ലറെ തോളിലെടുത്തിട്ട് ശ്രീഹരി അതിവേഗം അവിടെ നിന്ന് മൂവ് ചെയ്തു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ശ്രീഹരി മുന്നോട്ട് നടക്കുമ്പോൾ ഇരുഭാഗത്തേക്കുമായി വഴിമാറി. ശ്രീഹരി ആ ഷീ കുടുംബത്തിന്റെ ആളുകളെ നേരിട്ട രീതി അവരെ കണ്ടതാണ്. അമാനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ആ മനുഷ്യനുണ്ടെന്ന് അവന്മാർക്ക് തോന്നി. വലതൊരു വീരപരിവേഷം ശ്രീഹരിക്ക് ആ നിമിഷത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്പരെന്നാണ് ഇരുഭാഗത്തേക്ക് ആളുകൾ മാറുന്നത്. മാർക്ക് ഫെല്ലറെയും കൊണ്ട് ശ്രീഹരി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സംഭവം ശരിക്കൊരു വാർത്ത തന്നെ സൃഷ്ടിച്ചു. സകല മേഖലയിലേക്കും ആ വാർത്ത ഇങ്ങനെ പടരുകയാണ്. ഷീ കുടുംബത്തിൽ ഈ വാർത്തയെത്തി. സാക്ഷാൽ ഷൈൻ സെക്ലൂഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിവസമാണ്. അയാള് ആ വാർത്ത കേട്ട് ആകെ നടുങ്ങിയെന്ന് പറയാം.
ഷൈൻ ഒരു റിവേർഷൻ ഓൾഡ് സ്റ്റേജുകാരനാണ്. അതിന്റെ പീക്ക് ലെവലാണ് ഷൈൻ. പക്ഷേ ഷൈൻ്റെ എതിരാളി എന്ന് ഷൈൻ മനസ്സിൽ കരുതുന്ന സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു സെമി സെയിന്റിനെയാണ്. അത് വെറും സെമി സെയിന്റിനൊന്നുമല്ല, തേർഡ് എൽഡറെയാണ്. അതിശക്തനായ തേർഡ് എൽഡർ. അങ്ങനെ ആരുടെ മുന്നിലും പരാജയപ്പെടുന്ന ആളല്ല. ആ തേർഡ് എൽഡർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാതെ അമ്പരം നിൽക്കുന്ന ഷൈൻ്റെ അടുത്തേക്ക് ഷൈൻ്റെ ഗുരുനാഥനെത്തി. ലീമാൻ ഷൈൻ്റെ പുറത്തും തട്ടി. ഷൈൻ, നിനക്കെന്താ ഭയം തോന്നുന്നുണ്ടോ? ഹേയ് മാസ്റ്റർ, അങ്ങനെയൊന്നുമില്ല. ഷൈൻ, നിനക്ക് 2 ഓപ്ഷൻ ഞാൻ തരാം. ഒന്ന്, നിനക്ക് ചലഞ്ചായി നീ കാണുന്ന മാർക്കിനെ ഞാൻ തന്നെ അവസാനിപ്പിക്കും. ഒന്നാമത്തെ ഓപ്ഷനിൽ നിനക്ക് പങ്കെന്നുമില്ല. നിനക്ക് ചലഞ്ചായി ഫീൽ ചെയ്യുന്ന ആ മാർക്കിനെ ഞാൻ അങ്ങ് കൊല്ലാം. 2, നീ കൂടുതൽ ശക്തനായി മാർക്കെന്നല്ല ആർക്കും തൊടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് സ്വയം വളരുക. ഏത് വേണമെന്ന് നീ പറ. അവന്റെ മാസ്റ്റർ സ്റ്റാൻഡ് വ്യക്തമാക്കിയതും ഷൈൻ അല്പനേരം നിശബ്ദനായി നിന്നു. അതിനുശേഷം ഷൈൻ 2 കൈകളും പുറകിൽ കെട്ടി മാസ്റ്ററോടായി പറഞ്ഞു, മാസ്റ്റർ, ഞാൻ ഷൈനാണ്. എനിക്ക് എൻ്റെ ഈ കൈക്കരുത്തിൽ വിജയിക്കണ്ടേ. മാർക്കിനെ അങ്ങ് തൊടണ്ട. അവനെ ഞാൻ നോക്കിക്കൊള്ളാം. ഷൈൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും മാസ്റ്റർ ലീമാൻ ഷൈൻ്റെ ഷോൾഡറിലും തട്ടി. ഷൈൻ, നീ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. നിനക്കുള്ള റിസോഴ്സസ് മാർക്കിന് ഇല്ല. നിനക്കറിയാവുന്ന സ്പെല്ലുകൾ മാർക്കിന് അറിയത്തുമില്ല. നിന്നെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ മാർക്കിന് സഹായിക്കാൻ വേണ്ടിയില്ല. എന്ന് പറഞ്ഞാൽ നിനക്കുള്ള അത്രയും പ്ലസ് മാർക്കിനില്ലെന്നാണ്. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് കൾട്ടിവേറ്റർ വളർന്നാലും എത്ര വരെ പോകാനാ? അതൊക്കെ നീ വിട്ടേക്ക്. നമ്മുടെ പാരമ്പര്യം ആയിരക്കണക്കിന് വർഷങ്ങൾ വഴി നമ്മളിലേക്ക് എത്തിയതാണ്. നമ്മുടെ സമ്പത്ത് അത് മറ്റാർക്കും നേടാൻ പറ്റില്ല. അതൊക്കെ ഹോളി സൺ എന്ന നിലയിൽ നിനക്ക് മാത്രം ലഭ്യമാണ്. ഷൈൻ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഷൈനെ അങ്ങനെ അയാൾ ആശ്വസിപ്പിക്കുമ്പോൾ ഈ സംഭവ വികാസങ്ങൾ ബ്ലാക്ക് കുടുംബത്തിൽ ഡോൺ ഹുവാങ് മലയിൽ നിന്നുള്ള സാക്ഷാൽ എമിലി ബ്ലാക്ക് അറിഞ്ഞു. എമിലിയോട് ആ കാര്യം അറിയിച്ചത് അങ്കിൾ യാൻ തന്നെയാണ്. അങ്കിളും വല്ലാത്ത സന്തോഷത്തിലാണ്. എമിലി, നീ ആ വാർത്ത കേട്ടായിരുന്നു? എന്താ അങ്കിൾ? എമിലി, മാർക്ക് ആ ഷീ കുടുംബത്തെ തേർഡ് എൽഡറെ കൊന്നു. അങ്കിൾ എന്തായി പറയുന്നത്? തേർഡ് എൽഡർ ഒരു സെമി സെയിന്റ് അല്ലേ? അതും അതിശക്തൻ. അങ്കിൾ യാനൊപ്പം പിടിച്ചു നിൽക്കുന്ന ആളാണ് ശരിക്കും ഈ തേർഡ് എൽഡർ. ആ തേർഡ് എൽഡറെ മാർക്ക് ഫെല്ലർ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ അതങ്ങ് വിശ്വസിക്കുക? അങ്കിൾ ഞാൻ എമിലിയോട് പറഞ്ഞു, എമിലി, മാർക്ക് ഒരു ഫോർമേഷൻ ഉണ്ടാക്കി. ആ ഫോർമേഷനുള്ളിൽ ആ തേർഡ് എൽഡറെ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മാർക്ക് അയാളെ കൊന്നത്. പക്ഷേ ഫോർമേഷൻ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാലും തേർഡ് എൽഡറെ പോലെ ഒരാളെ കൊല്ലാൻ മാർക്കിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമല്ല. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എമിലിയുടെ മുഖത്ത് രക്തം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. വല്ലാത്തൊരു അഭിമാനം നമുക്ക് അവളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ശരിക്കും സന്തോഷം കൊണ്ട് മതി മറന്നുപോയ എമിലി ബ്ലാക്ക് അങ്കിൾ യാനോട് പറഞ്ഞു, അങ്കിൾ, ഒരു കാര്യം ഞാൻ അങ്ങളോട് വീണ്ടും പറയുകയാണ്. മാർക്ക് പരാജയപ്പെടില്ല. മാർക്കിന്റെ സെയിം ലെവലിൽ ഇന്ന് വരെ മാർക്ക് ഒരാളോടും പരാജയപ്പെട്ടിട്ടുമില്ല. മാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഭൂമിയിലായിരുന്നപ്പോഴും ഹോളി റീജിയനിൽ വന്നപ്പോഴും മാർക്ക് സെയിം ലെവലിൽ ഒരാളോടും പരാജയപ്പെട്ടിട്ടില്ല. മുകളിലുള്ള ലെവലുകാരോട് പോലും മാർക്ക് പലപ്പോഴും ഏറ്റുമുട്ടി വിജയിച്ചിട്ടേ ഉള്ളൂ. മാർക്ക് ഇപ്പോൾ റിവേർഷൻ ഓൾഡ് സ്റ്റേജിന്റെ മിഡിൽ ലെവലിലാണ്. അവിടെ നിന്ന് കൃത്യം 2 ലെവലുകൾ മുകളിലുള്ള ആളാണ് സാക്ഷാൽ ആ തേർഡ് എൽഡർ. അയാളെ മാർക്ക് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവവികാസം സ്വാഭാവികമായിട്ടും മറ്റെല്ലാ സ്ഥലത്തേക്കും പരക്കുന്നുണ്ട്. ഈ വിവരം സെയിന്റ് സ്കൂവും അറിഞ്ഞു. സെയിന്റ് സ്കൂവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. സെയിന്റ് സ്കൂ നേരത്തെ ഒരു തവണ യാവോ കുടുംബത്തിലെ ആ സുന്ദരൻ നയനാനോട് മാർക്കിനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. ഹോളി റീജിയനിൽ ഇപ്പോഴുള്ളത് 9 ഗ്രേറ്റ് കുടുംബങ്ങളാണ്. അത് നാളെ 10 ആകും. അതിന്റെ കാരണക്കാരൻ മാർക്ക് ആയിരിക്കുമെന്നാണ് സെയിന്റ് സ്കൂവിന്റെ വിലയിരുത്തൽ. അവളുടെ കുടുംബം ഉൾപ്പെടെയാണ് 9 കുടുംബം ഉള്ളത്. എന്നിട്ട് പോലും അവൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അവൾ അന്ന് നയനനോട് മറ്റൊരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഗോൾഡൻ എറയിൽ ആരെങ്കിലും ഒരാൾ ഇമ്മോർട്ടൽ എംപററായി വളരുമെങ്കിൽ അത് മാർക്കായിരിക്കുമെന്ന്. അവളുടെ ആ പ്രവചനം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു വിജയമാണ് മാർക്ക് ഫെല്ലർ ഇവിടെ നേടിയിരിക്കുന്നത്. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മാർക്ക് സുഖ നിദ്രയിലാണ്. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ വാതിലിന് പുറത്ത്
നല്ല നീളമുള്ളൊരു മനുഷ്യൻ കുറച്ചു മാറി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്കിന്റെ വിഷൻ ആ ശൈലിയിലായിരുന്നു. മാർക്ക് അല്പനേരം അങ്ങനെ കിടന്നിട്ട് എണീറ്റ് വാതിലിലൂടെ മാർക്ക് നടന്നു വരുമ്പോൾ നല്ല നീളമുള്ള മുടിയുള്ള നല്ല പൊക്കമുള്ള സാക്ഷാൽ ശ്രീഹരി വളരെ കൂളായി ഒരു ബെഞ്ചിലിരുന്ന് താഴെയുള്ള നദിയിലേക്ക് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് നടന്നു വരുമ്പോൾ ശ്രീഹരി തിരിഞ്ഞു നോക്കാതെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ നന്നായി ഉറങ്ങിയല്ലേ? സീനിയർ ഞാൻ എത്ര നേരം ഉറങ്ങിക്കാണും? മാർക്ക്, നീ ഇവിടെ എത്തിയിട്ട് 8 ദിവസമായി. 8 ദിവസവും? മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ് ശ്രീഹരി പറഞ്ഞത്. മാർക്ക്, അതെ, നീ 8 ദിവസമായി അബോധാവസ്ഥയിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു. മാർക്ക് ശരിക്കും മാർക്കിന്റെ എൻറ്റയർ എനർജിയും ആ ചുരുങ്ങിയ സമയത്തേക്ക് ഉപയോഗിക്കായിരുന്നു. മാർക്കിന്റെ ബോഡിയിലുള്ള മുഴുവൻ ഊർജത്തെയും 30 മിനിറ്റ് കൊണ്ട് എരിച്ചു തീർക്കുകയാണ് മാർക്ക് ചെയ്തത്. അത് തിരിച്ചു കിട്ടാൻ മാർക്കിന് അല്പം സമയമെടുക്കും. അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 8 ദിവസം കൊണ്ട് മാർക്കിന്റെ ബോഡിയിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത്. ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും എന്നെ നീ വല്ലാതെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. നീ ആ തേടലറെ അവസാനിപ്പിക്കുമെന്ന് ഞാൻ തീരെ കരുതിയിരുന്നില്ല. മാർക്ക്, നീ ആ ഫോർമേഷൻ എവിടെ നിന്നാണ് പഠിച്ചത്? സീനിയർ, അതൊക്കെ വളരെ യാദൃശ്യവശാൽ ഞാൻ പഠിച്ചതാണ്. ലൈബ്രറികളിലേക്ക് കയറി ഇറങ്ങി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എപ്പോഴോ വായിച്ചെടുത്തതാണ് ആ ഫോർമേഷൻ. മാർക്ക് ശരി ഉത്തരം ശ്രീഹരിയോട് പറഞ്ഞില്ല. മാർക്കിന്റെ അച്ഛൻ ഹാൻഡ് ഓവർ ചെയ്ത ലൈബ്രറിയിൽ നിന്നാണ് മാർക്ക് ആ വിവരം തേടിയെന്നറിഞ്ഞാൽ സ്വാഭാവികമായും ചോദ്യം അച്ഛനെക്കുറിച്ചാവും. അച്ഛനെക്കുറിച്ചുള്ള ചോദ്യം ആത്യന്തികമായി എത്തി നിൽക്കുക മാർക്കിന്റെ അച്ഛൻ ഭൂമിയുടെ ഗാർഡിയൻ ആണെന്നുള്ള കാര്യത്തിലാണ്. ഗാർഡിയനായി സെലക്ട് ചെയ്യപ്പെടുന്ന, നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരു മനുഷ്യരോടും ബന്ധമുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദൈവ നിയമമാണ്. ആ നിയമത്തെയാണ് ഗാർഡിയൻ ഇവിടെ മറികടന്നിരിക്കുന്നത്. അതൊരിക്കലും ആരും അറിയാൻ പാടില്ലാത്ത രഹസ്യമാണ്. ഗാർഡിയൻ ആ കാര്യം ചെയ്തതിന് ഗാർഡിയൻ്റെതായ കാരണങ്ങളുണ്ടാവും. അത് മാർക്കിന് അറിയാം. പക്ഷെ അത് മാർക്കിന് ശ്രീഹരിയോട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാർക്ക് വേറെ ലൈബ്രറിയുടെ കാര്യമൊക്കെ ശ്രീഹരിയോട് പറഞ്ഞത്. എന്തായാലും കാര്യം കേട്ടപ്പോൾ ശ്രീഹരി ഒന്ന് ചിരിച്ചു. മാർക്ക്, കാര്യം എന്തായാലും നന്നായി. അവനെ കൊല്ലാൻ നീ എന്തിനാ തീരുമാനിച്ചത്? അവൻ സീനിയറെ കൊല്ലാൻ പദ്ധതി ഇട്ടത് ഞാൻ കേട്ടായിരുന്നു. ശ്രീഹരി മാർക്കിന്റെ ആ വാചകം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. അമ്പരപ്പോടെ മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്ന ശ്രീഹരി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? എന്നെ പോലെ ഒരാളെ വകവരുത്താൻ അവൻ ശ്രമിച്ചതിന് നീ എന്തിനാ അവനോട് ഏറ്റുമുട്ടിയത്? സീനിയർ, എനിക്ക് വളരെ കുറച്ച് ആളുകളുമായിട്ടേ പരിചയമുള്ളൂ. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് അങ്ങയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ആലോചിക്കാനേ എനിക്ക് പറ്റില്ല. മാർക്ക് അത് പറഞ്ഞതും ശ്രീഹരി കൂടുതൽ ഡയലോഗൊന്നും പറയാതെ മാർക്കിന്റെ ഷോൾഡറിലൊന്ന് തട്ടി. അതിനുശേഷം ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ഞാൻ തന്നെയാണ്. ശ്രീഹരി അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് ശ്രീഹരി. അതുകൊണ്ടാണ് ആ സൗത്ത് പ്രൊവിൻസിൽ നിന്ന് ആ ഡെഡ് റിവർ നീന്തി കിടന്ന് നോർത്ത് പ്രൊവിൻസിലേക്ക് പോവാൻ ശ്രീഹരി ശ്രമിച്ചത്. സാധാരണ ഒരു മനുഷ്യനും കഴിയാത്ത കാര്യം ചെയ്യാൻ ശ്രീഹരിയുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണം മാർക്ക് പറഞ്ഞ കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശ്രീഹരി മാർക്കിന്റെ ഷോൾഡർ തട്ടിയിട്ട് വീണ്ടും ആ മീൻ പിടിക്കുന്ന പോയിന്റിലേക്ക് നടന്നപ്പോൾ മാർക്ക് പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, എനിക്ക് പുറത്തേക്ക് പോകണം. മാർക്ക്, നീ എന്തായി പറയുന്നത്? പുറത്തു പോകാനുള്ള ആരോഗ്യമൊന്നും നീ വീണ്ടെടുത്തിട്ടില്ല. അല്ല, എനിക്ക് ജൂവിന്റെ അടുത്ത് പോകണം. ജൂവിന്റെ അടുത്തോ? ജൂ എവിടെയുണ്ട്? ശ്രീഹരിക്ക് അത് തികച്ചും പുതിയൊരു അറിവാണ്. മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, ജൂ ഡിവൈൻ സിറ്റിക്ക് അടുത്തുള്ള ഒരു പട്ടണത്തിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഒരു വീട് വാടക എടുത്തിട്ടുണ്ട്. ഞാൻ ജൂ അവിടെ താമസിച്ചിരുന്നത്. എനിക്ക് ജൂവിനെ പോയി കാണണം. എന്നെ കാണാതെ വന്നാൽ ജൂ പ്രശ്നം ഉണ്ടാക്കും. 8 ദിവസമായി മാർക്ക് ഫെല്ലർ അവിടെ ശ്രീഹരിക്കൊപ്പമാണ്. അതിനു മുമ്പ് ഏകദേശം 2-3 ദിവസം ആ ഡിവൈൻ സിറ്റിയിലും മാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് മാർക്ക് ജൂവിന്റെ അടുത്തുനിന്ന് അതുവരെ യാത്ര ചെയ്ത സമയം എങ്ങനെ പോയാലും ഏകദേശം ഒരു 10-14 ദിവസമായിട്ട് മാർക്ക് ജൂവിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ്. ഇത്രയും ദിവസമായിട്ടും മാർക്ക് മടങ്ങിച്ചില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂ വയലന്റ് ആവും. ജൂ വയലന്റ് ആയാൽ പിന്നെ എന്ത് സംഭവിക്കും? ആ ഒരു ഭയമുള്ളതുകൊണ്ടാണ് മാർക്ക് ജൂവിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞത്. അത് കേട്ട് ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ ജൂ ഉള്ള സ്ഥലം പറ, ഞാൻ പോയി ജൂവിനെ വിളിച്ചുകൊണ്ട് വരാം. നീ തൽക്കാലം ഇവിടെ തന്നെ നിൽക്ക്. ശ്രീഹരി പറയുന്നതിൽ യുക്തിയുണ്ടെന്ന് മാർക്കിന് മനസ്സിലായി. മാർക്ക് ശ്രീഹരിക്ക്
ജൂ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ, ഇത് മിസ്റ്റിക് വേൾഡ് ആണോ? അതെ മാർക്ക്, ഇതൊരു മിസ്റ്റിക് വേൾഡ് ആണ്. ഈ മിസ്റ്റിക് വേൾഡിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന പോലെ തന്നെ മീനുകൾക്കും ജീവിക്കാൻ പറ്റും. ആ പുഴയും ആ മിസ്റ്റിക് വേൾഡിന്റെ ഭാഗമാണ്. ശരിക്കും പുഴയേക്കുള്ളൊരു ഭാഗം മിസ്റ്റിക് വേൾഡായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തോന്നിയതും മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ ആണോ ഈ മിസ്റ്റിക് വേൾഡ് ഉണ്ടാക്കിയത്? മാർക്ക്, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണ്. എന്നെ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്താ നീ സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. ഇത് എനിക്ക് യാദൃശ്ചിവശാൽ കിട്ടിയൊരു സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറോടായി ശ്രീഹരി പറഞ്ഞു, ഞാൻ ഉടൻ മടങ്ങി വരാം, നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ശ്രീഹരി മാർക്കിനോട് യാത്ര പറഞ്ഞ് ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങി. ശ്രീഹരി പോയി കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ ആ മിസ്റ്റിക് വേൾഡ് ഒന്ന് നടന്നു കണ്ടു. ശരിക്കും അതിവിശാലൊന്നും അല്ലെങ്കിലും നല്ല വലിപ്പമുണ്ട് ആ മിസ്റ്റിക് വേൾഡിന്. ആ വേൾഡിനകത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ ഒരുപാട് മീനുകളുമുണ്ട്. പുറത്തുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണ് മാർക്കിനെ ആ മിസ്റ്റിക് വേൾഡ്. മാർക്കിനറിയാം ഈ സമയത്ത് ഷീ കുടുംബം മാർക്കിനെ വേട്ടയാടാൻ വേണ്ടി ആളുകളെ രംഗത്തിറക്കി കാണുന്നു. ഷീ കുടുംബത്തിന്റെ തേർഡ് എൽഡർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ്. ആ ആളെ കൊന്ന ഒരാളെ വെറുതെ വിടാനുള്ള മൈൻഡ് സെറ്റ് എന്തായാലും അവർക്ക് കാണില്ല. അതൊക്കെ ആലോചിച്ച് മാർക്ക് തന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് സാക്ഷാൽ ജൂ ശ്രീഹരി എത്തി. അകത്തേക്ക് ശ്രീഹരിക്കൊപ്പം കയറിയ ജൂ മാർക്കിനെ കണ്ടതും ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിച്ചു. മാർക്ക്, നിന്നെ കാണാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാ ശ്രീഹരി വന്നത്. നീ എവിടെയായിരുന്നടാ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ മാർക്കിന്റെ ഷോൾഡറിൽ 2 അടി. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, ഞാനേ ആ തേർഡ് എൽഡറെ നേരിടാനായി ഒരു പരിപാടി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് നടന്ന കാര്യങ്ങളൊക്കെ ജൂവിനോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ജൂ ആകെ തലയെ കൈവച്ച് പോവുകയാണ്. മാർക്ക്, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയത്? നിനക്ക് എന്നെ കൂടെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? നമ്മൾ രണ്ടുപേരോട് ചേർന്നെങ്കിൽ അവനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ജൂ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് മാർക്കിന് അറിയാം. പക്ഷെ മാർക്ക് ആ തേർഡ് എൽഡറെ നേടാൻ വേണ്ടി അല്ലല്ലോ ആ ഡിവൈൻ സിറ്റിയിലേക്ക് വന്നത്. മാർക്ക് അവിടെ ആയുധം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ മാർക്കിനെ മറച്ചു പിടിക്കാൻ പറ്റുന്ന ഡ്രസ്സ് വാങ്ങാനും. അത് രണ്ടും മാത്രമായിരുന്നു മാർക്കിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജൂനെ കൂടെ കൊണ്ടുപോകാനും പറ്റില്ലായിരുന്നു. മാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടതും ജൂ പെട്ടെന്ന് വിഷയം മാറ്റി ശ്രീഹരിയോട് ചോദിച്ചു, ശ്രീഹരി, ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ശ്രീഹരിക്ക് ജൂവിന്റെ ആ ചോദ്യം അങ്ങ് ഇഷ്ടപ്പെട്ടു. ശ്രീഹരി കൈ ആ നദിയിലേക്ക് കാണിച്ചു. നദിയിലേക്ക് ശ്രീഹരിയുടെ കൈ ചൂണ്ടിയതും ജൂ ആ നദിയിൽ അടിപൊളി മീനുകൾ അങ്ങനെ അങ്ങ് പോകുന്ന കണ്ടു. അടുത്ത വർഷത്തിൽ നമ്മൾ കാണുന്നത് ആ വെള്ളത്തിലേക്ക് ചാടിയ ജൂവിനെയാണ്. ജൂ തിരിച്ചു കയറുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് മീനുകളുണ്ട്. പിന്നെ അവിടെ ഒരു പ്രിപ്പറേഷന്റെ ബഹളമാണ്. ശ്രീഹരിയും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ശ്രീഹരിയും മാർക്കും ജൂവും മാറി മാറി ആഹാരം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ആ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ മാർക്ക് ജൂവിനോട് ചോദിച്ചു, ജൂ, ആരെങ്കിലും പിന്നെ അന്വേഷിച്ച് വന്നിരുന്നോ? മാർക്ക്, ചില ആളുകളൊക്കെ വന്നു. അപ്പോൾ നീ പറഞ്ഞ ആ ടെക്നിക്ക് ഞാനങ്ങ് ഉപയോഗിച്ചു. എന്ത് ടെക്നിക്ക്? ഞാൻ ആ മുട്ട എടുത്ത് നെഞ്ചി പിടിച്ചു. ആ മുട്ട നെഞ്ചി പിടിച്ചാൽ പിന്നെ എന്ത് നടക്കുമെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. സാക്ഷാൽ ഷിയാവു ആ മുട്ട സംരക്ഷിക്കാനായി വിവിധ മാർഗങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ജൂന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഷിയാവു ഉണ്ടെന്ന അർത്ഥം. മാർക്ക് ആ മുട്ട നെഞ്ചി പിടിച്ചതോടുകൂടി അവരൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവരൊന്നും അപ്രത്യക്ഷമായതല്ലെന്നും അവരെയൊക്കെ കൊന്നതാണെന്നും മാർക്കിന് മനസ്സിലായി. മാർക്ക് അത് പക്ഷേ ജൂവിനോട് പറഞ്ഞില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കും, പുറത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ഞാനൊന്ന് പോയി തിരക്കിയിട്ട് വരാം. മാർക്കിനും അത് അറിയണമെന്നുണ്ട്. ശ്രീഹരി അവർ രണ്ടുപേരെയും അവിടെ ആക്കിയിട്ട് ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങി. ശ്രീഹരി പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലറും ജൂവും വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്കും കഴിഞ്ഞുപോയ സംഭവങ്ങളിലേക്കൊക്കെ അവർ ചർച്ച കൊണ്ടുവരികയാണ്. ശരിക്കും വെൻഡായുടെ ആ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഇതുവരെയും ജൂവിനും മാർക്കിനും പറ്റിയിട്ടില്ല. രണ്ടുപേരും അതാണ് ചർച്ച ചെയ്യുന്നത്. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, ഞാൻ എന്തായാലും ആ ഗൂഷിങ്ങിനെ വെറുതെ വിടില്ല. അവനെ നമുക്ക് തൊലിയുരിച്ച് കൊല്ലണം. ഗൂഷിങ്ങിനെ ഭൂമി വെച്ച് വെറുതെ വിട്ടതേ അബദ്ധമായി പോയെന്ന് ഒരു ധാരണ മാർക്കിനുണ്ട്. ആ ഗൂഷിങ് ഇവിടെ ഈ ഹോളി റീജിയനിൽ എത്തിയിട്ടും അവന്റെ ആ വൃത്തികെട്ട സ്വഭാവം മാറ്റിയിട്ടില്ല. അവനെ എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റൂ. മാർക്ക് പറഞ്ഞത് കേട്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് വളരെ കുറച്ച് ആളുകളുമായിട്ടേ അടുപ്പമുള്ളൂ. അതിലൊരാൾ ആ വെണ്ടയാണ്. വെണ്ടയെ കൊന്നയാളെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. ജൂ അത് പറയുമ്പോൾ ജൂ അത് ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാണ്. എത്ര റിസ്ക് എടുത്താണെങ്കിലും ഗൂഷിങ്ങിനെ ജൂ അവസാനിപ്പിക്കും. പക്ഷെ ഗൂഷിങ് ഇപ്പോൾ ഷീ കുടുംബത്തിന്റെ സംരക്ഷണത്തിലാണ്. ആ കാര്യം
മാർക്ക് ഏകദേശം ഊഹിച്ചിട്ടുണ്ട്. മാർക്കും ജൂവും തമ്മിൽ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും പുറത്ത് കറങ്ങാൻ പോയ ശ്രീഹരി മടങ്ങിയെത്തി. അയാൾ ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മാർക്ക്, നിന്നെ ആ ഷീകുടുംബം മാത്രമല്ല ഇപ്പോൾ എല്ലാവരും തിരക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ശരിക്കും ഫേമസ് ആയിപ്പോ. മാർക്ക്, നിന്നെക്കുറിച്ച് സംസാരിക്കാത്ത സ്ഥലങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. എവിടെ ചെന്നാലും നീയാണ് പ്രധാന ചർച്ചാ വിഷയം. അത് മാർക്കിന് ഒരേ സമയം സന്തോഷവും വിഷമവും ഉണ്ടാക്കുന്ന കാര്യമാണ്. മാർക്ക് എവിടെ പോയാലും മാർക്കിനെ ആളുകൾ തിരിച്ചറിയുമെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വേറൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു കയോസ് ഗ്രേവിന്റെ കാര്യം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ഓപ്പൺ ആകാൻ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. മാർക്ക് ഡിവൈൻ സിറ്റിയിൽ വെച്ച് ആ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ആ ലേഡി ബോസ് മാർക്കിനോട് ആ കയോസ് ഗ്രേവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ കയോസ് ഗ്രേവിനകത്ത് ഒരു കയോട്ടിക് ബോഡിക്കാരൻ്റെ ഡെഡ് ബോഡി ഉണ്ട്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടന്ന ആ കയോട്ടിക് ബോഡിക്കാരൻ്റെ ആ ബോഡി ഇപ്പോൾ അമൂല്യമാണ്. അയാളുടെ ആ ബോഡി കൈവശപ്പെടുത്താൻ കഴിയുന്ന ആള് ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ട്രിബുലേഷൻ സ്റ്റേജ് യോദ്ധാവായി വളരും. അതിന് പറ്റുന്ന എല്ലാ സാഹചര്യവും ആ ബോഡി ഒരുക്കി കൊടുക്കും. ആ ബോഡി അതിശക്തമാണ്. ആ ബോഡി ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുകയോ ആ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയോ ചെയ്താൽ ഉറപ്പായും ആ കഴിക്കുന്ന ആളുടെ ശക്തി വർദ്ധിക്കും. പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളായതുകൊണ്ട് കഴിക്കാൻ കഴിയുന്ന ശൈലിയിൽ മാംസമൊന്നും അവശേഷിക്കില്ല. ബാക്കിയുള്ളത് എല്ലുകളാണ്. പക്ഷെ ആ എല്ലുകൾ ഇപ്പോൾ ഒരു വല്ലാത്ത ഓറ സൃഷ്ടിക്കുന്നുണ്ടാവും. അതുപോലും ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം മാർക്കിനും എല്ലാവർക്കും അറിയാം. ആ കയോസ് ഗ്രേവിന്റെ കാര്യം പറഞ്ഞ ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എല്ലാ ആളുകളും ആ കയോസ് ഗ്രേവുള്ള ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, എനിക്ക് അങ്ങോട്ട് പോകണം. ഹേയ് മാർക്ക്, നീ എന്തായി പറയുന്നത്? ഞാൻ നിന്നോട് തുടക്കത്തിലേ പറഞ്ഞില്ലേ, നിന്നെ സകല കുടുംബങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും നോക്കുന്നത് നിന്നെയാണ്. പിന്നെ നിനക്ക് തന്നെ ഒരു കാര്യം അറിയാം, ഈ ഹോളി റീജിയനിൽ രണ്ടാളുകൾക്കാണ് കയോട്ടിക് ബോഡി ഉള്ളത്. ഒന്ന് നിനക്കും മറ്റൊന്ന് ഷൈനും. കയോട്ടിക് ബോഡിക്കാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ആ ഡെഡ് ബോഡി കൂടുതൽ യോജിക്കുക. ആ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എന്ത് സംഭവവും നിങ്ങളെ ശരിക്കും ശക്തരാക്കും. ഷൈൻ അവൻ്റെ എതിരാളിയായി നിന്നെ കാണുമ്പോൾ നിന്നെ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ അവൻ എല്ലാ വിധത്തിലും ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ആളുകൾ അവിടെ മുഴുവൻ നിരീക്ഷിക്കാൻ ഉണ്ടാകുമെന്നാണ്. മാർക്കിന് അറിയാവുന്ന കാര്യം തന്നെയാണ് ശ്രീഹരി പറയുന്നത്. ഈ സംഭാഷണം കേട്ടിരിക്കുകയാണ് ജൂ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, കാര്യം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആ എല്ലാ ശക്തിയും മാർക്കിനല്ലേ വരേണ്ടത്? മാർക്കല്ലേ നമ്പർ 1 ആകേണ്ടത്? ഇപ്പോൾ ജൂവും ചിന്തിക്കുന്ന ആ ശൈലിയിലാണ്. മാർക്കിനെ ആ ഹോളി റീജിയന്റെ നമ്പർ 1 ആക്കണം. കഴിഞ്ഞ വർഷങ്ങളിലെ മാർക്കുമായിട്ടുള്ള സഹവാസം ആ ഒരു കാര്യത്തിലേക്ക് ജൂവിന്റെ ചിന്തയെ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ എത്തിക്കാൻ ഒരു കാരണം സാക്ഷാൽ എമിലി ബ്ലാക്ക് ആണ്. എമിലി ബ്ലാക്കിനെ മാർക്ക് വിവാഹം കഴിക്കണം. അതാണ് ജൂവിന്റെയും ടാർഗറ്റ്. മാർക്കും എമിലിയും തമ്മിലുള്ള ആ അടുപ്പം ജൂവിനിപ്പോൾ നന്നായിട്ട് അറിയാം. ജൂ പറഞ്ഞത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, ഇവിടെ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു കാര്യമേ പറ്റൂ. എനിക്കറിയാം അപകടം എൻ്റെ തൊട്ടു മുന്നിലുണ്ടെന്ന്. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ മാറി നിന്നാൽ ഞാൻ ഉള്ള കാലവും ആ ഷൈൻ്റെ പിന്നിലായിപ്പോവും. അതൊരിക്കലും എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. ഒരു റിസ്ക് ഉണ്ട്, അതെനിക്കും അറിയാം. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ മാറി നിന്നാൽ പിന്നീട് ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. മാർക്ക് പറയുന്നതിൽ യുക്തിയുണ്ട്. മാർക്ക് ഫെല്ലറും ഷൈനും തമ്മിലുള്ള അകലം ഇപ്പോൾ വളരെ കുറച്ചാണ്. ഷൈൻ പീക്ക് ലെവൽ റിവേർഷൻ ഓയിൽ സ്റ്റേജിലാണെങ്കിൽ മിഡിൽ ലെവലിൽ മാർക്കുണ്ട്. ആ ശവക്കല്ലറയ്ക്കകത്തുള്ള ആ ഡെഡ് ബോഡിയും അനുബന്ധ സംവിധാനങ്ങളും ഷൈൻ്റെ കൈവശം വന്നു ചേർന്നാൽ ഷൈൻ മാർക്കിനെ ബഹുദൂരം പിന്നിലാക്കും. പിന്നെ ഒരിക്കലും മാർക്കിന് ഷൈനൊപ്പം ഓടിയെത്താനാവില്ല. അങ്ങനെ വരുമ്പോൾ മാർക്കിന് എന്നേക്കുമായി എമിലിയെ നഷ്ടമാകുകയും ചെയ്യും. മാർക്കിന്റെ ഒരേ ഒരു സ്വപ്നം എമിലി ബ്ലാക്കാണ്. ആ എമിലിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. മാർക്ക് തന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയതും ശ്രീഹരി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ അവിടെ ചെന്നാൽ നിന്നെ അവര് കാണത്തില്ലേ? സീനിയർ എന്നെ അവിടെ ആ മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ മനസ്സിലായില്ലല്ലോ. മാർക്ക് ആ ഡ്രസ്സ് ഒഴിവാക്കിയതിന് ശേഷമാണ് ശരിക്കും ആ മലയുടെ അടുത്ത് വെച്ച് ആ തേർഡ് എൽഡറുമായി ഏറ്റുമുട്ടിയത്. ആ ഡ്രസ്സ് മാർക്ക് പുറത്തെടുത്ത് അതൊന്ന്
ധരിച്ച് ശ്രീഹരിയെ കാണിച്ചു. ശരിക്കും മാർക്കിന്റെ ഓറ പോലും അവിടെ കൺസീൽഡ് ആവുകയാണ്, അതങ്ങ് ഒളിപ്പിക്കപ്പെടുകയാണ്. മാർക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മാർക്കിന്റെ ഓറയെ മാറ്റി. മാർക്കിന്റെ ഓറയെ പൂർണ്ണമായും അത് കൺസീൽ ചെയ്തപ്പോൾ ശ്രീഹരി മാർക്കോട് ചോദിച്ചു, മാർക്ക്, ഓറ തടുത്തത് എനിക്ക് മനസ്സിലായി, പക്ഷെ മുഖമോ? സീനിയർ, അന്ന് എന്നെ കണ്ടപ്പോൾ വേറൊരു മുഖമല്ലായിരുന്നു, അതുപോലെ മുഖം മാറ്റാനുള്ള ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഹേയ് മാർക്ക്, നീ എന്തായാലും കൊള്ളാം, എനിക്ക് ശീലമില്ലാത്ത ഒരു കാര്യമാണ് നീ പറയുന്നത്. ശ്രീഹരി അങ്ങനെ ചെയ്യത്തില്ല. ശ്രീഹരി ആകെ ചെയ്തിട്ടുള്ള ഒരു മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ശ്രീഹരിയുടെ സഹോദരൻ അന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ ആയിരുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ ശ്രീഹരി ഒരിക്കലും അവന്റെ മുഖം മറച്ചുകൊണ്ട് ഒരു പരിപാടിയും ചെയ്യില്ല. മാർക്കിന് പക്ഷെ ഇപ്പൊ അത് അനിവാര്യമാണ്. മാർക്ക് ഫെല്ലറെ നേരിൽ കണ്ടാൽ തല്ലിക്കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് മാർക്കിന് ചെല്ലണം. ആ കയോസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത് മാർക്കിനെ നേടുകയും വേണം. മാർക്ക് ഫെല്ലർ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ശ്രീഹരി സമ്മതിച്ചു. ഓക്കെ മാർക്ക്, എന്തെങ്കിലും വിഷയം തോന്നിയാൽ നീ എന്നെ കോണ്ടാക്ട് ചെയ്യും, ഇവിടെ വരികയും വേണം. ആ സമയത്താണ് ജൂ തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യം മാർക്ക് ഫെല്ലറോട് പറഞ്ഞത്. മാർക്ക്, ഈ പ്രാവശ്യം ഞാൻ നിനക്കൊപ്പം വരുന്നില്ല. ഞാൻ വന്നാൽ നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജൂ എങ്ങനെ ഒളിച്ചാലും അത് ജൂ ആണെന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് പറ്റും. ജൂവിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അതാണ്, ജൂവിന്റെ ടെമ്പർമെന്റും അതാണ്. ജൂവിനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ജൂ തിരിച്ചു പറയും. തിരിച്ച് ചീത്ത വിളിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ജൂ. തല്ലിയാൽ തിരിച്ചു തല്ലും, തല്ലിയില്ലെങ്കിലും തല്ലും. ആ ജൂവിന് മാർക്ക് ഫെല്ലറെ ആരെങ്കിലും തൊടുന്നത് കണ്ടാൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ജൂവും മാർക്കും കണക്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായാൽ മാർക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മാർക്കിന്റെ ലക്ഷ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ജൂ ആദ്യമായിട്ടാണ് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അത് കേട്ടതും മാർക്ക് ജൂവിനോട് ചോദിച്ചു, അല്ല ജൂ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നാണ്, മറന്നുപോയത്. ആ തേർഡ് പ്രിൻസസിനെ പിടികൂടാൻ എപ്പോഴാണ് തീരുമാനിച്ചത്? മാർക്ക്, അന്ന് ശരിക്കും ഞാൻ ആ തേർഡ് പ്രിൻസസിനെ അല്ല ടാർഗറ്റ് ചെയ്തത്. ഞാൻ ടാർഗറ്റ് ചെയ്തത് ആ ഷീ കുടുംബത്തിലെ ആ തേർഡ് എൽഡറെയാണ്. അയാളെ ജാമ്യവസ്തുവാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ആ തേർഡ് എൽഡറെ കൈ കിട്ടിയത്. ജൂവിന്റെ ആ ഡയലോഗ് കേട്ട ശ്രീഹരിയും മാർക്കും ഒരുപോലെ ചിരിച്ചു പോവുകയാണ്. ശരിക്കും ജൂ ഒന്നും ആലോചിക്കാതെ പെരുമാറുന്ന ആളെന്നാണ് അവരെല്ലാം ധരിച്ചിരിക്കുന്നത്. പക്ഷെ ജൂ വളരെ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അന്ന് ജൂ ആ തേർഡ് പ്രിൻസസിനെ അങ്ങനെ പിടികൂടില്ലായിരുന്നെങ്കിൽ ആ സ്കൈ സിറ്റിയിൽ നിന്ന് മാർക്കിന് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. ഡീൻ ലീയുടെ പ്രഥമ ശിഷ്യ എന്ന നിലയിൽ ജൂവിനെ അവരാരും ഒന്നും ചെയ്യില്ല. പക്ഷേ മാർക്കിനെ അവർ അവസാനിപ്പിച്ചതിനെ. മാർക്ക് ശ്രീഹരിയോടും ജൂവിനോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ മാർക്കിന്റെ മുഖം ചേഞ്ച് ചെയ്യുകയും ചെയ്തു. തികച്ചും വ്യത്യസ്തമായ ഒരു മുഖത്തിൽ മാർക്കിനെ കാണുമ്പോൾ ശ്രീഹരിക്ക് പോലും ഒരു അതിശയം. എന്തായാലും ആ സെയിന്റ് ഗോവിന്റെ മരുന്നിന് വല്ലാത്തൊരു ഇഫക്റ്റ് ഉണ്ട്. ഇപ്പൊ മാർക്കിന് ആ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിക്കാൻ എളുപ്പം പറ്റും. ആദ്യമൊക്കെ ശരിക്കും പെയിൻ ആണെങ്കിലും ഇപ്പൊ അതൊരു ശീലമായി മാറി. മാർക്ക് ഫെല്ലർ ആ കയോസ് ഗ്രേവിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ആ മെസ്സിക്ക് വേണ്ടി നിന്ന് പുറത്തിറങ്ങി കയോസ് ഗ്രേവ് തിരക്കി മാർക്ക് യാത്ര ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മാർക്ക് ഒന്നുകൂടി ഞെട്ടുന്നത്. ആ കയോസ് ഗ്രേവ് മാർക്കും ജൂവും തേർഡ് പ്രിൻസസും കൂടി എത്തിയ അതേ മലയിൽ തന്നെയാണ്. അവിടെ മാർക്ക് 2 മലകളിലായി 2 അസ്ഥികൂടങ്ങൾ കണ്ടിരുന്നു. അന്നേ മാർക്കിന് അവിടെ എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തതാണ്. അത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു മലയാണെന്നുള്ളൊരു ഫീലാണ് മാർക്കിന് ഉണ്ടായിരുന്നത്. ആ മലയിലേക്കാണ് ആളുകൾ കൂട്ടമായി ഒഴുകുന്നത്. എല്ലാ പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും കൾട്ടിവേറ്റേഴ്സ് ആ മലയിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നടക്കുമ്പോൾ മാർക്ക് അവരോട് ചോദിച്ചു, അവിടെയുള്ള കല്ലറ തുറക്കാറായി? ബ്രദർ, അത് ഉടനെ തുറക്കുമെന്നാണ് ഞങ്ങൾ കേട്ടത്. അല്ല, ആ കല്ലറയ്ക്കകത്ത് എന്താ ഉള്ളത്? ബ്രദർ, അതൊന്നും അറിയാതെയാണോ ഞങ്ങളോട് വരുന്നത്? ആ കല്ലറയ്ക്കകത്ത് പണ്ട് ട്രിബുലേഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു കയോട്ടിക് ബോഡിക്കാരന്റെ ഡെഡ് ബോഡിയാണ് ഉള്ളത്. അതിനു പുറമെ ഒരുപാട് അമൂല്യങ്ങളായ വസ്തുക്കളും അവിടെ കാണാം. അതുകൊണ്ടാണ് ആളുകളൊക്കെ അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ മാർക്കിനെ വലത് ഭാഗത്തുകൂടി നടക്കുന്ന ആൾ പറഞ്ഞു, ബ്രദർ, നിങ്ങൾക്ക് അറിയില്ലേ, ഇവിടെ ഈ ഹോളി റീജിയനിൽ 2 കയോട്ടിക് ബോഡിക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ആ ഹോളിസൺ ഷൈൻ, പിന്നെ ഉള്ളത് നമ്മുടെയൊക്കെ ആരാധനാപാത്രം മാർക്ക് ഫെല്ലർ. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ഈ മാർക്ക് ഫെല്ലർ ഇവിടെ വരുമോ? പിന്നെന്താ, മാർക്ക് ഉറപ്പായും വരും. അവന്മാർക്ക് പിടികൊടുക്കത്തൊന്നുമില്ല. മാർക്ക് ആളൊരു പുലിയാണ്.
അങ്ങനെ ആ ആള് പറഞ്ഞതും ഇടതുവശത്തൂടെ നടക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, പിന്നെ ആ ഷൈൻ ആളൊരു ക്രൂക്കഡ് സാധനമാണ്, അവൻ കണ്ണിങ് ആണ്, അവൻ വളരെ കൗശലത്തോടെ എന്തെങ്കിലും ഗുരുമാരുണ്ടാക്കും, അവനെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരും. ഓഹോ, എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ വരൂ. ഏയ് ബ്രദർ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? സാധാരണ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകൾ മാത്രമല്ല ഇവിടെ വരിക, ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകൾ ഇവിടെ എത്തും. അവരുടെ ടോപ്പ് ആളുകളായിരിക്കും എത്തുക. ഇത് എത്രയോ കാലങ്ങളായി ആളുകൾ കാത്തിരുന്ന ഒരു കാര്യമാണ്. ഈ കയോട്ടിക് ഗ്രവിനെ കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ഇവിടെയാണ് കയോട്ടിക് ഗ്രവ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. കയോട്ടിക് ബോഡിക്കാരൻ്റെ ശവകുടീരമുള്ള സ്ഥലം ഒരു ഇതിഹാസ കഥ പോലെ ആ ഹോളി റീജിയനിൽ പരന്നു കിടക്കുന്ന കഥയാണ്. കുട്ടികൾക്ക് വരെ ആ കഥകൾ അറിയാം. പക്ഷെ ആ ശവകുടീരം എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെയും അജ്ഞാതമായിരുന്നു. ഇപ്പോൾ ഏതൊക്കെയോ ആളുകൾ നിരന്തരമായ റിസർച്ചിനൊടുവിൽ ആ കല്ലറ ഉള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ കണ്ടെത്താനുള്ള കാരണം ആ കല്ലറയുടെ ഭാഗത്തുനിന്ന് മണ്ണുകൾ ഇളകി വീണതാണ്. ശരിക്കും ആ കല്ലറയ്ക്ക് മുകളിലുള്ള മലയിൽ നിന്ന് മണ്ണ് അടർന്നു വീണുകൊണ്ടേയിരിക്കുകയാണ്. മാർക്ക് ആ ആളോട് ചോദിച്ചു, അല്ല എന്താ ഇപ്പൊ പെട്ടെന്ന് ആ കല്ലറ പൊങ്ങി വരാൻ കാരണം? സുഹൃത്തെ, അതല്ലേ രസം. ആ കല്ലറ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ കല്ലറയുടെ 2 ഭാഗങ്ങളിലായി 2 അസ്ഥികൂടങ്ങൾ സ്ഥാപിച്ചിരുന്നു. ആരോ അറിയാതെ ആ അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അത് ശരിക്കും ആ കല്ലറയ്ക്ക് ചുറ്റുമുള്ള ഫോർമേഷന്റെ കേന്ദ്ര ബിന്ദുക്കളായിരുന്നു. മാർക്കിന്റെ കിള്ളിപ്പോയ ഡയലോഗാണ് ആ ആള് പറഞ്ഞത്. മാർക്കാണ് ആ 2 എല്ലുകൂടങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. ആ എല്ലുകൾ ഉപയോഗിച്ച് ആയുധം ഉണ്ടാക്കാനാണ് മാർക്ക് ഡിവൈൻ സിറ്റിയിൽ ഒരാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ പറയുന്നത് കേട്ടപ്പോൾ മാർക്ക് പെട്ടെന്ന് നിശബ്ദനായി. മാർക്കിന് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ ഫോർമേഷന്റെ കേന്ദ്ര ബിന്ദുക്കളായ ആ 2 എല്ലുകൂടുകളും മാർക്ക് എടുത്തു മാറ്റിയോടുകൂടി കൃത്രിമമായി ഉണ്ടാക്കിയ ആ മലയുടെ മുകളിലുള്ള മരങ്ങളും പുൽമേടുകളും മണ്ണുമൊക്കെ പതുക്കെ പതുക്കെ അവിടുന്ന് മാറുകയാണ്. അത് പൂർണ്ണമായും മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു കല്ലറ കാണപ്പെടും. ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് സകലമാന ജനങ്ങളും അവിടേക്ക് ഒഴുകിയെത്തുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫിൽഡ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.